ഞങ്ങൾ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു മൗലൂദ് പറഞ്ഞു. അള്ളാഹുവിന് പുറമെ ആരോട് പ്രാർത്ഥിച്ചാലും അത് ചെറുക്കാണ്, അതല്ല പുറക്കൂല, യാതൊരു സംശയമില്ല കാര്യത്തില്. ഏത് പ്രാർത്ഥന പറ്റിയ നിങ്ങൾ ആരാധനയും സഹായം തേടലും എല്ലാം റബ്ബിനോട് മാത്രം പറഞ്ഞു. ആരാധനയായ സഹായം തേടലോ ആരാധനയായ പ്രാർത്ഥനയോ ഏത് പ്രാർത്ഥനയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? വ്യക്തമാക്കണം. വെറും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇനി നടക്കൂല. കാരണം അത് രണ്ട് ഞാൻ വിശദീകരിച്ചു. പ്രാർത്ഥന രണ്ടിനുമുണ്ട്. ഭാഷാപരമായി പ്രാർത്ഥന തേട്ടം, അപേക്ഷ, ചോദ്യം എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ ആരാധനയുടെ പരിധിയിൽ പെട്ടതുണ്ട്, പെടാത്തതുണ്ട്. നിങ്ങൾ മുഹ്യിദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്ന പ്രാർത്ഥന, നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥന ആരാധനയായ പ്രാർത്ഥനയാണോ ആരാധന അല്ലാത്ത പ്രാർത്ഥനയാണോ? അത് വിശദീകരിച്ചിട്ട് നിങ്ങൾ ചോദിക്കും. എന്റെ ആദർശം അനുസരിച്ച്, എന്റെ വിശ്വാസം അനുസരിച്ച്. നിങ്ങളെ വിശ്വാസമല്ലേ? എന്റെ വിശ്വാസം എനിക്ക് പറയാമല്ലോ. നിങ്ങൾ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കണമെന്നില്ലല്ലോ. നിങ്ങളുടെ വിശ്വാസം തെറ്റാന്നാണ് ഞാൻ പറഞ്ഞത്. ആരാധനയുടെ മധ്യയാണ് പ്രാർത്ഥന. ഏത് പ്രാർത്ഥന? ആരാധിക്കപ്പെടുന്ന ശക്തിയോട് മാത്രമേ നമ്മുടെ പ്രാർത്ഥന. പിന്നെ പ്രാർത്ഥന നിങ്ങൾ പറയാതെ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദീകരിക്കാതെ ഈ പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ സ്വന്തമായ കഴിവുണ്ടെന്നോ കരുതിക്കൊണ്ടുള്ള പ്രാർത്ഥന തേട്ടത്തെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? അത് നമ്മുടെ ആഗ്രഹ സബലീകരണത്തിനും റബ്ബിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അല്ലാഹു പറയുന്നു, അലാ ഇല്ലാഹിദ്ദീനുൽ ഖാലിസു, അറിയുക, നിഷ്കളങ്കമായ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ, വല്ലദീന ഒരു കൂട്ടർ ഇത്തഖദു അവർ സ്വീകരിച്ചിരിക്കുന്നു, മിൻ ദൂനിഹി ഔലിയാ അവന് പുറമെ രക്ഷാധികാരികളെ. എന്നിട്ട് അവർ പറയുകയാണ്, മാ നഅ്ബുദുഹും, ഞങ്ങളവരെ ആരാധിക്കുന്നില്ല. ഇല്ലാ ലിയഖദിബൂന ഇലല്ലാഹി സുൽഫാ, നിങ്ങളെ ചോദ്യം പോയി, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ആരാധിക്കുന്നില്ല, പിന്നെ എന്തിനാണ് ഇല്ലാലിയും കജ്ജിബൂന ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിന്റെ അടുക്കൽ സാമീപ്യം കിട്ടാൻ വേണ്ടി അവർ വിളിക്കുന്നത് മാത്രമുണ്ട്. അതല്ലാതെ ഞങ്ങൾ അവർ ആരാധിക്കുന്ന ഞാൻ പറഞ്ഞോളാം, മറുപടി പറഞ്ഞോട്ടെ. നിങ്ങളെ ചോദ്യം മനസ്സിലായി. അതായത് എന്താ? അല്ലദീന തഖദൂ മിൻ ദൂനിഹി മാ നഅ്ബുദുഹും ഇല്ലാ ലിയഖദിബൂന ഇലല്ലാഹി സുൽഫാ. മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്ത മറ്റാളുകളെ സാമീപ്യം തേടിയിരുന്നു. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയഖദിബൂന ഇലല്ലാഹി സുൽഫാ. ഈ അല്ലാഹു അല്ലാത്ത ഈ വസ്തുക്കളുണ്ടല്ലോ, ഇലാഹുകൾ, അവർക്ക് ഞങ്ങൾ ആരാധിക്കുന്നുണ്ട്. എന്തിനാണ് ഞങ്ങൾ ആരാധിക്കുന്നത്? വലിയ തമ്പുരാനിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇവർക്ക് ആരാധിക്കുന്നത് എന്നാ മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നത്. സഹോദരൻ, അതന്നെ ഞാനും പറയുന്നത്. സുന്നികളെ ആരാധിക്കുന്നില്ല, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥന ആ പഠിപ്പിച്ചത് ഇങ്ങനെ അത് മാറിനെ കുറിച്ച് താമസം പിടിക്കും. ഞാൻ കുറ്റപ്പെടുത്തല്ല. പ്രാർത്ഥന എന്നിങ്ങനെ പറയുക എന്നല്ലാതെ ആരാധിക്കുന്നതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ഞങ്ങൾ ഔലിയാക്കളോടോ മുഹ്യിദ്ദീൻ ശൈഖിനോടോ റസൂലുള്ളാഹിയോ ആരാധിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് പല വട്ടമല്ല ഞാൻ പറഞ്ഞു. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ കേട്ട് മടുത്തിട്ടുണ്ടാവും. ഇവർ ഇന്ന തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. ഇയാൾക്ക് എന്താണ് ഈ ആവർത്തന വിരസത ഒരു ഇടങ്ങറായി തോന്നുന്നില്ലേ എന്ന് നിങ്ങൾ എന്തെങ്കിലും ക്ഷമിക്കരുത്. ഈ സഹോദരൻ അത് മനസ്സിലാകുന്നില്ല. എന്താ കാട്ടുക? മാ നഅ്ബുദുഹും, ഞങ്ങൾ അവർക്ക് ആരാധിക്കുന്നില്ല എന്നാ പറയുന്നത്. സുന്നികൾ അല്ലാഹു അല്ലാത്ത ഔലിയാക്കൾക്ക് അമ്പിയാക്കൾക്ക് ആരാധിക്കുന്നില്ല സഹോദര. അതാ ഞാനീ പറയുന്നത്. ആരാധന ഒന്ന് വേറെ, ആദരം ഒന്ന് വേറെ. ഞാൻ നേരത്തെ പറഞ്ഞതാണത്. മക്കയിലെ മുശ്രിക്കുകൾ ഈ ആയത്തിൽ പറയെന്താ? ഞങ്ങൾ ഈ അല്ലാഹു അല്ലാത്ത വിഗ്രഹങ്ങൾക്കും ഇലാഹുകൾക്കും ഞങ്ങൾ ആരാധിക്കുന്നുണ്ട്. എന്തിനാണ് ഞങ്ങൾ ആരാധിക്കുന്നത്? ഞങ്ങൾ വലിയ തമ്പുരാനിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ്. ഇതാണ് അവർ പറയുന്നത്. ലക്ഷ്യം എന്താവട്ടെ, അവർ ആരാധന നിർവഹിച്ചില്ലേ ഈ വിഗ്രഹങ്ങൾക്ക്. അതോടുകൂടി തന്നെ ഫീസ് പോയില്ലേ, അവർ മുശ്രിക്കായില്ലേ. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ആരാധിക്കുന്നില്ല. ആരാധന അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഞാനീ പറയുന്നത്. ആരാധന അല്ലാഹുവിന് മാത്രം. പിന്നെ അപേക്ഷയും യാചനയും ചോദ്യവും പിന്നെ സഹായം ചോദിക്കലും ഇതൊക്കെ അല്ലാഹു അല്ലാത്തവരോട് നമ്മൾ നടത്തുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞു ആഗ്രഹ സഫലീകരണം അല്ലാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ. അത് വല്ലാത്തൊരു കടുക്കയ്യായി. നിങ്ങൾ ആ പറയുന്നത് എത്ര കണ്ട് നിങ്ങൾക്ക് എന്റെ ഇഖ്ലാസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ സഫലീകരിക്കൽ അല്ലാഹുവിനെ കൊണ്ടാ ആണോ? ആ സംശയം കേട്ട കാര്യം ഒന്നാണ് കൊടുക്കാം. എന്റെ ആഗ്രഹങ്ങൾ എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ ചോദിക്കാറുള്ളൂ. അതിലാരും ഒറ്റ കാര്യം, ലൈംഗികമായി ബന്ധപ്പെടുക എന്നത് നിങ്ങളൊരു ആഗ്രഹമാണ്. അത് നിങ്ങൾ റബ്ബിനോടോ ചോദിക്കൽ ഭാര്യയോടോ ചോദിക്കൽ എന്താ നിങ്ങൾ പറയുന്നത്? വ്യക്തിത്വം പറയുന്നത് നിങ്ങൾക്ക് 1000 ഉറുപ്പിക ആവശ്യമില്ല. ഞാൻ പറഞ്ഞു 1000 ഉറുപ്പിക നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് നിങ്ങൾ റബ്ബിനോടോ ചോദിക്കൽ, ഇയാളോടോ ചോദിക്കൽ, നിങ്ങളുടെ സുഹൃത്തിനോടോ ചോദിക്കൽ. നിങ്ങൾക്ക് ഭക്ഷണം ആവശ്യമുണ്ട്. ഭക്ഷണം നിങ്ങൾ റബ്ബിനോടോ ചോദിക്കൽ, ഭാര്യയോടോ ചോദിക്കൽ, വീട്ടിലുള്ള സ്ത്രീകളോടോ ചോദിക്കൽ. ആരെ നിങ്ങളെ പൊട്ടനാക്കരുത്. വെറുതെ വിഡിത്തം പറയുന്നത് നിങ്ങൾ. അതാണ് ഞാൻ പറയുന്നത്. കഥയില്ലാതെയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളിൽ പലതുമുണ്ട്. ആഗ്രഹ സഫലീകരണം എല്ലാം അള്ളാഹുവിനോടൊന്നുമല്ല. അള്ളാഹുവിനോട് ആത്യന്തികമായി
ചോദിക്കണം. ഞാൻ പറയുന്നത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ആഗ്രഹ സഫലീകരണമാവട്ടെ, ഏത് വിഷയമാവട്ടെ, നമ്മൾ അള്ളാഹുവിനോട് ആണ് ആത്യന്തികമായി നമ്മൾ ഇത് ചോദിക്കുന്നത് അല്ലേ? ഇയ്യാക്കനസ്തഈൻ പടച്ചവനെ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പടച്ചവനെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. അല്ല സഹോദര, ഇതെന്താ നിങ്ങൾ ഈ കഥയില്ലാത്ത വർത്തമാനം പറയാൻ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്യുന്ന ഏത് ചോദ്യമുണ്ടോ, ഡോക്ടറോട് മരുന്ന് ചോദിക്കുന്നു, അവരോട് 1000 ഉരുട്ടികൾ ചോദിക്കുന്നു, ഭാര്യയോട് സഹായം ചോദിക്കുന്നു, ഇതൊക്കെ ചോദിക്കുന്നത് ആത്യന്തികമായി അള്ളാഹു നൽകുന്ന സഹായമാണ്, അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടാണ്. അപ്പൊ ആത്യന്തികമായി അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടാണ് ഏതൊരു പ്രവൃത്തിയും ഉണ്ടാകുന്നത്. പ്രത്യക്ഷത്തിൽ അത് അള്ളാഹുവിനോടല്ല നാം ചോദിക്കുന്നത്. ആണോ? ഉറപ്പല്ലേ? വിശക്കുന്ന നേരത്ത്, നമ്മൾ ദാഹിക്കുന്ന നേരത്തെ വെള്ളം ചോദിക്കുന്നു, അത് അള്ളാഹിനോടാണ് ചോദിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ചോദിക്കുന്നത് സുഹൃത്തിനോടല്ലേ, ഭാര്യയോടല്ലേ, ഭക്ഷണം ചോദിക്കുന്നത് വീട്ടിലെ മാതാവിനോടല്ലേ? ആർക്കതിന് സംശയമുള്ളത്? എന്താണോ അങ്ങനെ സൂരത്ത് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, ആത്യന്തികമായി ഈ സഹായങ്ങളും ഈ കഴിവുകളും ഒക്കെ നൽകുന്നത് ആരാണ്? പടച്ചതമ്പുരാനാണ്. എല്ലാ കാര്യങ്ങളും ആത്യന്തികമായി നിന്നോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. ഏതൊരു സഹായമുണ്ടോ ആ സഹായം മുഴുവനും അള്ളാഹുവിൽ നിന്നാണ് അതിന്റെ തുടക്കം. നോക്കൂ നിങ്ങൾ, ഖുർആൻ എത്ര സ്പഷ്ടമായിട്ടാണ് പറയുന്നത്. ഏത് സഹായമുണ്ടോ അതൊക്കെ അള്ളാഹുവിൽ നിന്നാണ് തുടങ്ങുന്നത്. അള്ളാഹുവിലൂടെ, ഭാര്യയിലൂടെ, ഡോക്ടറിലൂടെ, അതുപോലെ തന്നെ ശിഷ്യനിലൂടെ, ഗുരുവിലൂടെ, മാതാപിതാക്കളിലൂടെ നമുക്ക് കിട്ടുകയാണ് അള്ളാഹുവിൽ നിന്നുള്ള സഹായം. ആ സഹായത്തിന് കേന്ദ്രങ്ങളായി അത് വിതരണം ചെയ്യാനുള്ള കേന്ദ്രമാണ് നമ്മുടെ ഭാര്യമാർ, അള്ളാഹു അനുവദിച്ചതാണ്. അതുപോലെ തന്നെ ഡോക്ടർമാർ, അള്ളാഹു അനുവദിച്ചതാണ്. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബാദികൾ, സ്നേഹിതന്മാർ, അതുപോലെ അള്ളാഹു അനുവദിച്ച ഒരു കേന്ദ്രമാണ് മഹാത്മാക്കൾ, അള്ളാഹുവിന്റെ ഔലിയാക്കളും അമ്പിയാക്കളും. അവരും അള്ളാഹു അനുഗ്രഹിച്ചവരാണ്. അത് അനുഗ്രഹിച്ചവരാണ് എന്നത് ഞാൻ നേരത്തെ രേഖ പറഞ്ഞു. ഈമാനുൽ കമാൽ പ്രാപിച്ച ഔലിയാക്കൾ, അവർക്കും സഹായിക്കാൻ കഴിയും, അവരും സഹായത്തിന്റെ കേന്ദ്രങ്ങളാണെന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ ആ കേന്ദ്രത്തോട് നമുക്ക് സഹായം ചോദിക്കാം, ഭാര്യയോട് ചോദിക്കാം. എന്താ ഭാര്യയോട് ചോദിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം, നമ്മുടെ വിശ്വാസം എന്താ? ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ കഴിയില്ല, അള്ളാഹു നൽകിയ കഴിവാണ്. ആ നിലക്ക് ഭാര്യയോട് ചോദിക്കുന്നു. ഡോക്ടറോട് സ്വന്തമായി ചോദിക്കാൻ പറ്റില്ല, ഡോക്ടറുടെ സ്വന്തമായ കഴിവല്ലത്, അള്ളാഹു നൽകിയ കഴിവാണ് ഡോക്ടർ നൽകുന്നത്. അതുകൊണ്ട് ഡോക്ടറോട് ചോദിക്കാം. അതേ അവസരത്തിൽ മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കുമ്പോഴും റസൂലുള്ളാഹിയോട് ചോദിക്കുമ്പോഴും അള്ളാഹു നൽകിയ മുഅ്ജിസത്ത് കറാമത്താണ്, അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മുഹീദ്ദീൻ ശൈഖിന്റെയോ റസൂലുള്ളാഹിന്റെയോ സ്വന്തമായ കഴിവല്ല, അതുകൊണ്ട് അതും ചോദിക്കാം. യാതൊരു കുഴപ്പവുമില്ല. ഇത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇതില്ലാതെ വെറും ആഗ്രഹ സഫലീകരണം എന്ന് മാത്രം പറഞ്ഞത് കൊണ്ട് വിഷയം വിജയിക്കാൻ പോകുന്നില്ല. ആയത്ത് ഓതിയപ്പോൾ മൗലവി വേറൊരു അർത്ഥമാണ് അവിടെ പറഞ്ഞത്. അവിടെ 2 ഉണ്ടെന്ന് പറഞ്ഞു മൗലവി. അവിടെ കാസറ്റുണ്ട്, ജനങ്ങൾ തിരിച്ചുകൊണ്ട് ആയില്ല, കാസറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ ആയത്തിന് മൗലവി സാന്ദർഭികമായിട്ട് എവിടെ ചെന്നാലും അതിന്റെ അനുസരിച്ചാണ് അർത്ഥം കൊടുക്കുന്നത്. അവിടെ വെച്ച് പറഞ്ഞ് 2 പറഞ്ഞത്, ഇവിടെ വെച്ച് അതല്ല പറഞ്ഞ മൗലവി. വല്ലതീനും തകതു അള്ള പറഞ്ഞ അവർ സ്വീകരിച്ചിരിക്കുന്നു ബിന്ദുനിഹി, അള്ളാഹുവിന് പുറമെ ഔലിയ രക്ഷാധികാരികളെ. എന്നിട്ട് അവർ പറയണം, മാനാബുദുഹും, ഞങ്ങൾ ആരാധിക്കുന്നില്ല. പിന്നെ എന്താണ്? ഇല്ലായും നജിബൂനായി ഇടല്ലാഹി ദുൽഫ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി വിളിക്കാനാണ് ഞങ്ങൾ അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, തീർച്ചയായും അള്ളാഹു വിധിക്കും. ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, അവർ ഈ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്ന കാര്യത്തിൽ. ഇന്നല്ലാഹ, അള്ളാഹു തീർച്ചയായും അള്ളാഹു ലാ യഹ്ദി, അവർക്ക് ഹിദായത്ത് നൽകില്ല. മൻ ഹുവ കാദിബുൻ കഫാർ, അവർ കളവ് പറയുന്നവരാണ്, സത്യനിഷേധികളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അന്ന് പറഞ്ഞത് മൗലവി പറഞ്ഞത് 2 ഉണ്ടെന്ന്, ഇവിടെ പറഞ്ഞ 1 ഉണ്ടെന്ന്. തെളിവുണ്ട് ഞങ്ങളുടെ. അല്ലാതെ ഞാൻ ലഹരിയുള്ള ഒരു വസ്തുവും കുടിക്കുന്നില്ല, ബുദ്ധിക്ക് ഒരു തകരാറുമില്ല എനിക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞ പറക്കൂട്ട് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം. അവിടെ അത് മാത്രമല്ല വേറെയും കുറച്ചും പറഞ്ഞിട്ടുണ്ട്, ഒട്ടാണെന്നും പറഞ്ഞിട്ടുണ്ട്. ചോദ്യം വരുന്നതനുസരിച്ചല്ലേ മറുപടി പറയുക. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എന്താ 2 ഉള്ളത്, നല്ല സുഖമുണ്ട് ആ വർത്താനം. ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്താണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഞാൻ അവിടെ പറഞ്ഞത് മനസ്സിലായിട്ടില്ല, ഇവിടെ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. ഞാൻ ഇപ്പൊ വല്ലദീന തഖദൂ മിൻ ദൂനിഹി മാ നഅ്ബുദുഹുമില്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഇതിന് ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ തീരെ ചെവികൊണ്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ അർത്ഥം നോക്കണം. നിങ്ങൾ ആ ആയത്തിലുള്ള ആശയമാണ് സുന്നികളായ ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇപ്പൊ നിങ്ങൾ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പല ഒരു പറഞ്ഞു അങ്ങനെയല്ല.
കാരണം ആ ആയത്തിൽ പറയുന്നത് മാ നഅ്ബുദുഹും, ആ മക്കയിലെ മുശ്രിക്കുകൾ, അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നത് എന്താ? മാ നഅ്ബുദുഹും, ഞങ്ങൾ അവർക്ക് ആരാധന അർപ്പിക്കുന്നത് ഇല്ലാ ലിയഖരിബൂനാ ഇലല്ലാഹി സുൽഫാ, വലിയ തമ്പുരാനിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. വലിയ തമ്പുരാനിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവകൾക്ക് ആരാധന അർപ്പിക്കുന്നത് എന്നാണ് ആയത്തിന്റെ അർത്ഥം. അത് ഞാൻ പറഞ്ഞു, മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്ന പണി അതാണ്. ഞങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ആ ആയത്ത് ഞങ്ങൾക്ക് എതിരാകുക? അത് മൈക്കൽ കൊടുത്താൽ നിങ്ങൾ ആദ്യം അതൊന്ന് തീരുമാനിച്ചായിട്ട് പിന്നെ പറക്കോട്ട് പറഞ്ഞെന്താ നമുക്ക് രണ്ടാമത് തീരുമാനിക്കാം. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. മക്കയിലെ മുസ്ലിങ്ങൾ പറഞ്ഞതിന് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ആരാധിക്കുന്നത്. മുമ്പ് മൗലവി പറഞ്ഞല്ല, മക്കാ കാഫിറുകൾക്ക് അള്ളാഹു വിശ്വാസം ഉണ്ടായില്ല എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ ഇപ്പൊ വിശ്വാസം ഉണ്ടെന്ന് പറയാം. വിശ്വാസം നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് പറയാം. ഞാൻ പാടല്ല പോയത്. നിങ്ങൾ വിഷയം മടക്കരമ ചവിട്ടിയമാതിരി പുറത്തുവിടാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത് അവിടെ മുമ്പ് പറഞ്ഞു വിശ്വാസം ഇല്ല. ഞാൻ പറയുന്നത് വിശ്വാസമില്ല, അതൊന്നും ഒരു മാറ്റമില്ല. ഇപ്പൊ പറയുന്നത് വലിയ തമ്പുരാനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് അവർ വിളിച്ചതെന്ന് അതും ഞാൻ പറയുന്നത് ശരിയാണ്. അപ്പൊ അവർക്ക് വിശ്വാസം ഉണ്ടായല്ലോ. ഞങ്ങൾ വകയില ഞാൻ പറഞ്ഞിട്ടില്ല. അവർക്ക് വിശ്വാസം ഉണ്ടായെന്ന് എന്റെ നിങ്ങൾ മലയാളം നിങ്ങൾ ദുർവ്യാഖ്യാനിക്കരുത്. ഖുർആനും സുന്നത്തും അങ്ങനെ ദുർവ്യാഖ്യാനിച്ചാൽ മതി, മലയാളം ദുർവ്യാഖ്യാനിക്കണ്ട. മലയാളത്തിന്റെ അർത്ഥം എന്താണ്? അതിനകത്ത് കഴിഞ്ഞിട്ട് വിശദീകരിച്ച് തരാം. പാലക്കോട്ടിൽ പറഞ്ഞത് എന്താണ്, ഇവിടെ പറഞ്ഞത് എന്താണ്, ഇപ്പൊ പറഞ്ഞത് എന്താണ്, മുമ്പ് പറഞ്ഞത് എന്താ, ഒക്കെ ഞാൻ വിശദീകരിച്ച് പോകുന്നത് അതല്ല. മാനാടുതും എന്നാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ആ വിഗ്രഹങ്ങൾക്ക് ആരാധന നിർവഹിക്കുന്നത് അടുപ്പിക്കാൻ വേണ്ടിയാണ് നാം മുശ്രിക്കുകൾ പറയുന്നത്. ഞങ്ങൾ അള്ളാഹുവിനേക്കോ അള്ളാഹു അല്ലാത്ത ആളുകൾക്കോ ആരാധിക്കുന്നില്ല. പിന്നെ എങ്ങനെ ഈ ആയത്ത് ഞങ്ങൾക്ക് എതിരാകുക എന്നപ്പോ ഞാൻ ചോദിക്കണേ. അതിനൊന്നും മറുപടി പറഞ്ഞു. നിങ്ങൾക്കെതിരല്ല ഞാൻ പറഞ്ഞു. അൽഹംദുലില്ലാ. അപ്പൊ ആയത്ത് കൊണ്ട് ഞങ്ങൾക്കെതിരാണ്. നിങ്ങൾ വിജയിച്ചു, സന്തോഷം. നിങ്ങൾ കാര്യം തീരുമാനമാകും. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് എതിരെന്നല്ല, ഇത് ചിന്തിക്കണം. മനസ്സിലായി. നമുക്ക് രണ്ടാമത് ചിന്തിക്കാം. ഓരോ കാര്യങ്ങൾ തീരുമാനമാണ്. ഈ ആയത്ത് ഇതുവരെ നമ്മൾ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്നത് പോലെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് സ്ഥാപിക്കാനാണ് ഇയാൾ ഈ ആയത്ത് ഓടിയിരുന്നത്. ഇപ്പൊ അയാളെ സംബന്ധിച്ചോ നിങ്ങൾക്ക് എതിരല്ലാതെ രണ്ടും രണ്ടെന്നെയാണ്. ഇപ്പൊ ഇനി അയാൾക്ക് അറിയേണ്ടത് വേറെയാണ്. എന്താ ഇപ്പോ ഞങ്ങളുടെ സംശയം പറയാം. ഇപ്പൊ നിങ്ങൾ അദ്ദേഹത്തിന് അറിയേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞു അള്ളാഹുവിൽ വിശ്വാസമില്ലായിരുന്നു എന്ന് അല്ലെ. ഇപ്പൊ പറഞ്ഞു മാനാടുന്നും ഇല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് അവർ ആരാധിക്കുന്നത് എന്ന് ഇപ്പോൾ പറയുന്നു. അപ്പോ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട് എന്ന് വന്നില്ലേ? ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇതല്ലേ നിങ്ങളെ ചോദ്യം? ഒരു മിനിറ്റ്. നിങ്ങൾക്ക് എതിരില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന എതിരാണെന്നെ പറഞ്ഞത്. ഒരു മിനിറ്റ്. എതിരല്ല എന്ന് പറയാം, അല്ലെങ്കിൽ എതിരാണെന്ന് പറയാം. പിന്നീട് ദുർവ്യാഖ്യാനം അതുകൊണ്ട് പറയണം. അതായത് ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് മോചിതത്വ കറാമത്തോ ഒന്നുമില്ല. അവന്റെ വിശ്വാസം, അവന്റെ പ്രവൃത്തി എന്താണെന്ന് ഇത് ഈ ഇരിക്കുന്ന ജനങ്ങളിൽ ഒരുപാട് പേര് അള്ളാഹനെ നേരിട്ട് വിളിക്കുന്നവരുണ്ട്. ഞങ്ങൾ എല്ലാവരും വിളിക്കും, ഒരുപാടല്ല എല്ലാവരും വിളിക്കുന്നവരാണ്. അതും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ തർക്കിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ വിളിക്കുന്നവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഇപ്പൊ മൗലവിയുടെ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അതല്ലാതെ നിങ്ങൾക്ക് എതിരല്ല എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കെതിരാണ് ഈ ആയത്ത്. അത് ഉറപ്പാണ്. വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പിന്നെ പറയുന്നത് എന്തോ ആവട്ടെ, എന്തോ അവർക്ക് എതിരാവാൻ പറ്റും. ആയത്ത് എന്തോ ആവട്ടെ, അവർക്കൊക്കെ എതിരാവുന്നു. അങ്ങനെ ഉണ്ടല്ലോ. സഹായം തേടലും വിളിച്ച് സഹായം തേടലും ഇബാദത്തെടുക്കലും റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? സഹായം. അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നത് പറയാൻ പറ്റൂല. വെള്ളം അതല്ല. നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമുക്ക് എന്ത് സഹായം കിട്ടണമെങ്കിൽ അത് അതിനാണ് അള്ളാഹു ജനങ്ങൾ പരസ്പര സഹകരണത്തിനായി ജീവിക്കാൻ പറഞ്ഞത്. അതിപ്പോ ഏത് ആയത്തിന്റെ അർത്ഥം? ഭൗതിക ജീവിതത്തിൽ സഹായം ആരോടും മരിച്ചു പോയാലാണ് സഹായം ചോദിക്കാൻ പറ്റാത്തത് എന്ന് ഏത് ആയത്തിലാണ്? അത് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കാം. സാമാന്യ ബുദ്ധിയാണ്. ബുദ്ധി സാമാന്യത്തിൽ തന്നെ ആവണം, എന്നാ തന്നെ നടക്കുള്ളൂ. അല്ലാതെ ആർക്കും తెలిയില്ല. നിങ്ങൾ സാമാന്യ ബുദ്ധി ഖുർആനും സുന്നത്തുണ്ടെങ്കിൽ പറയുക. വെറുതെ സാമാന്യ ബുദ്ധിയോട് നടക്കല്ലേ. നിങ്ങളുടെ മുജാഹിദുകളെ ചീഞ്ഞാളിന്റെ ബുദ്ധി ഉണ്ടല്ലോ, ഈ മരവിച്ച മസ്തിഷ്കമുണ്ടല്ലോ, അതിൽ നിന്ന് അതൊക്കെ പുറത്തെയാണ്. ഖുർആന്റെ പറയൂ, ഹദീസ് ഉണ്ടെങ്കിൽ പറയൂ. എന്നാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. വിശുദ്ധ ഖുർആനിലും ഹദീസിലും എന്താ പറയുന്നത് അറിയോ? വഇയ്യാക നസ്തഈൻ, പടച്ചവനെ നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഇസ്ലാം പഠിച്ച ഇബ്നു അബ്ബാസ് പറയുന്നത് എന്താണെന്നറിയോ? ഭൗതികമായ കാര്യത്തിൽ അഭൗതികമായ കാര്യത്തിൽ നിന്നോട് സഹായം ചോദിക്കുന്നു എന്നല്ല, ഫീ ജമീഇ ഉമൂരിനാ, അങ്ങനെ പറയുന്നത്.
ഞങ്ങളെ ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ എല്ലാ വിഷയങ്ങളിലും പടച്ചവനെ നിന്നോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. അതാ അതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് മുജാഹിദുകൾക്ക് എങ്ങനെ ആ സാധാരണക്കാരോട് ഡോക്ടറോട് സഹായം ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾ ഖുർആനെ നടക്കണ്ടെന്നല്ലേ പറയുന്നത്? ഭാര്യയോട് സഹായം ചോദിക്കാൻ പറ്റുമോ? പറ്റൂല എന്ന് നിങ്ങൾ പറയേണ്ടി വരും. ഞങ്ങൾക്കത് പ്രശ്നമല്ല. കാരണം ആ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കുള്ളൂ, വേറെ ആരോടും ചോദിക്കൂല എന്നല്ല. ഏത് സഹായവും ആത്യന്തികമായി നൽകുന്നവൻ അള്ളാഹുവാണ്. നിന്റെ സഹായമാണ് പടച്ചവനെ ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഞങ്ങൾക്കതറിയാം. നിങ്ങൾ ഭൗതികമായത് ഓക്കെ, അത് സാമാന്യ ബുദ്ധിമതി. അങ്ങനെ കാര്യങ്ങൾ തിരിയുമ്പോ മറ്റുള്ള ആളുകൾക്ക് കൂടി തിരിയുമ്പോഴാണ് നിങ്ങളെ മറ്റുള്ള ആളുകൾ വന്ന് വിളിച്ചു കൊണ്ടുപോകുന്നത്. സന്തോഷമുണ്ട്. ഏതാവട്ടെ, ഞാൻ പറയുന്നത് എന്താണ്, നിങ്ങൾ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചതുകൊണ്ട് ഖുർആനോ സുന്നത്തോ മുന്നിൽ വെച്ച് നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവണം. അവിടെയാണ് പോയിന്റ്. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഖുർആനിൽ അല്ലാഹു പറയുന്നത് അങ്ങനെയാണ്. എന്തിനാണ് നിങ്ങളത് മനസ്സിലാക്കണം. ഭൗതികമായത് മാത്രമേ പറ്റുള്ളൂ, അഭൗതികമായത് അത് ചോദിക്കൽ ശിർക്കാണ്. ഒരൊറ്റ ആയത്ത് നിങ്ങൾ കാണിച്ചു കൂട്ടാൻ കഴിയുമോ? ഒരൊറ്റ ഹദീസ് കാണിച്ചു തരാൻ കഴിയുമോ? ഒന്നുമില്ല. എന്നിട്ട് പറയാം അത് സാമാന്യ ബുദ്ധിയാണ്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. കുറെ പ്രമാണങ്ങൾ ഇല്ലാതെയാകുമ്പോ, ഖുർആനില്ലാതെയാകുമ്പോ, ഹദീസ് ഇല്ലാതെയാകുമ്പോ, മറ്റ് ശബ്ദമാവണം, ശ്രദ്ധിക്കണം, മറ്റ് പ്രമാണങ്ങൾ ഇല്ലാതെയാകുമ്പോ എന്ത് പറയുന്നു? അത് സാമാന്യ ബുദ്ധി അങ്ങനെയാണ്. അവിടെയാണ് പ്രശ്നം. സാമാന്യ ബുദ്ധിയല്ല, ഖുർആനും സുന്നത്തുമാണ് ഇസ്ലാമിന്റെ പ്രമാണം. ഖുർആൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരത്താം, ഹദീസ് ഉണ്ടെങ്കിൽ നിരത്താം, മറ്റ് പ്രമാണങ്ങളുണ്ടെങ്കിൽ നിരത്താം, ഭൂമീകരണ മാതൃക ഉണ്ടെങ്കിൽ നിരത്താം. നിങ്ങളുടെ ക്ഷീണിച്ച മസ്തിഷ്കമുണ്ടല്ലോ, മരവിച്ച മസ്തിഷ്കം, അതിൽ നിന്ന് വരുന്ന നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ബുദ്ധിയും മുസ്ലിം സമുദായത്തിന് ആവശ്യമില്ല, ലോകത്ത് ആവശ്യമില്ല, ഖുർആനിന് ആവശ്യമില്ല, ഹദീസുകൾക്ക് ആവശ്യമില്ല. ഈ വസ്തുത മുജാഹിദുകൾ പ്രത്യേകമായും അല്ലാത്തവർ പൊതുവായും മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചോദ്യകർത്താവ് പോയതുകൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ബാക്കി വശങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ തിരിഞ്ഞു നിന്നു വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ആ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഏറെക്കുറെ സമ്മതിച്ച് അവസാനം അദ്ദേഹത്തിന്റെ പ്രശ്നമതാണ്. പിന്നെ അദ്ദേഹം ചോദിച്ചു വെച്ചൊരു കാര്യം, അതുകൂടി ഞാൻ പറയട്ടെ. 2 അള്ളണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിർത്തിയ ആ അള്ളാഹുവിൽ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിട്ടില്ല. മക്കയിലെ മുശ്രികൾക്ക് ഒരു ദൈവം ഉണ്ടായിരുന്നു. ആ ദൈവത്തിന് അവർ അള്ളാഹു എന്ന് പേരിട്ടിരുന്നു. ഇമാം മുസ്ലിം ഇമാം നബവി തന്റെ ശർഹ് മുസ്ലിമിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു എന്നവർ പേരിട്ടിരുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് അവർക്കൊന്നും അറിയില്ല. അവർ അള്ളാഹുവിനോട് അവർ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല, അള്ളാഹുവിലേക്ക് അവർ ആരാധിച്ചിട്ടില്ല. ഇമാം റാസി തന്റെ തഫ്സീറുൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പുറത്തോട്ട് പറഞ്ഞത്, ഇവിടെയും പറയുന്നത്, ഇനി പറയാൻ പോവുകയും ചെയ്യുന്നത് തമ്മിൽ എതിരില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഖാമുഖത്തിൽ സാധാരണ ഇത് നിത്യ സംഭവമാണ്. ആരും ബേജാറാവേണ്ടതില്ല. മറുപടി കിട്ടാതെയാകുമ്പോ ചോദിച്ചു കുഴങ്ങാനൊരു പരിപാടിയുണ്ട്. അങ്ങനെ ചോദിച്ച് തളരുമ്പോ ചോദിച്ച് മുട്ടുക, ഉത്തരം മുട്ടുക എന്നേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ ചോദ്യം മുട്ടുമ്പോ മുജാഹിദുകൾ സാധാരണ പോവാറുണ്ട്. അത് നമ്മളെ മുഖാമുഖം അത് പ്രശ്നാധിഷ്ഠിതമാക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ നടക്കുന്നതും അതാണ്. അതിൽ ആരും വഞ്ചിതരാവേണ്ടതില്ല. ആ പ്രശ്നത്തിൽ അഹ്ലുസ് സുന്നത്തിന്റെ പ്രവർത്തകന്മാരൊക്കെ ആത്മസമീപനം വഹിച്ച് നമ്മുടെ ഈ പരിപാടി ശ്രമിക്കണം. അത് പ്രശ്നമാക്കിയാൽ നമുക്കാണ് നഷ്ടം എന്ന ബോധം എല്ലാ പ്രവർത്തകർക്കും ഉണ്ടായിരിക്കണം. ചോദ്യം തുടരുന്നത് അതിലേക്ക് കയറിയിരിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഒരിക്കലും വഞ്ചിതരാകരുത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മറ്റും സാധ്യതയുള്ളതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിടുക. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകരും സദസ്സിലേക്ക് കയറിയിരിക്കുവാൻ അപേക്ഷിക്കുകയാണ്. പരിപാടി തുടരുന്നു. അപ്പുറത്തുള്ള ആളുകൾ അത് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ അഹ്ലുസ് സുന്നത്തിന്റെ പ്രവർത്തകരും ഇവിടെ കൂടണം. നമ്മുടെ പഴയ ചോദ്യകർത്ത ഇവിടെ തന്നെ എത്തി. അതെ, ആളുകൾ തല്ലൊന്നുമില്ല. അത് നമ്മൾ ആളുകൾ നോക്കുകയാണ്. ആരാ ചോദിച്ചിരുന്ന ആളുകൾ നോക്കിയതാണ്. അവരൊന്നും പറ്റൂല. നമ്മുടെ പ്രവർത്തകർ പൂർണ്ണ സംരക്ഷണം നൽകും. ഒരു പ്രശ്നവുമില്ല. അടുത്ത അദ്ദേഹത്തിന് ചോദിക്കാനില്ലെങ്കിൽ അടുത്തയാൾ ചോദ്യം തുടരുന്നു. ഒരു പ്രശ്നവുമില്ല. അവിടെ റോട്ടിൽ ആരും വെള്ളം വെക്കേണ്ടതില്ല. അടുത്ത ചോദ്യം ചോദിക്കും. നേരം വെറുതെ കളയണ്ട. 10 മണിയായി. സഹോദരന്മാരെ, ചോദ്യം ചോദിക്കുന്ന വ്യക്തികൾ ചോദ്യം അവസാനിപ്പിച്ച്
അനുവാദത്തോടെ മാത്രമേ പുറത്തു പോകാവൂ. അടുത്താണ് ചോദിക്കും. അതെ, അതൊന്നുമില്ല, സാധാരണ ഉണ്ടാകുന്നത് നിങ്ങൾക്കിപ്പോ ആദ്യമാണ്. ഇത് 10-20 കണ്ട് പരിചയം, ഒരു വേദാറും ഇല്ല. അടുത്ത ചോദിക്കും, ഇങ്ങനെ തന്നെ അതിന്റെ സ്വഭാവം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഞങ്ങൾ. അതോടെ വളരെ നല്ല രീതിയിൽ തന്നെ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇവിടെ ചർച്ച ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞു, ഈ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവരായിരുന്നു മുശ്രിക്കുകളെന്ന്. എന്നാൽ അബൂ ത്വാലിബ് മരിക്കാൻ നേരം പറഞ്ഞത് അന മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്നാണ്. എന്നാൽ അബ്ദുൽ മുത്തലിബ് കഅബയെ ആക്രമിക്കാൻ വന്ന അബ്രഹത്തിനെയും സംഘത്തെയും നേരിട്ടപ്പോൾ അദ്ദേഹം അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. എങ്കിൽ എന്തുകൊണ്ടാണ് അബൂ താലിബ് നരകത്തിന് അവകാശിയായത്? അവകാശിയായത് എന്തുകൊണ്ട് എന്നാണ് നമ്മുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല അടിസ്ഥാനപരമായിട്ട്. എന്നാലും നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. പണ്ഡിതന്മാരിൽ ഒരു വിഭാഗത്തിന് നല്ല തർക്കമുള്ള ഒരു വിഷയമാണ് നിങ്ങൾ ചോദിച്ചത്. അബൂ ത്വാലിബ് മുസ്ലിമാണോ അല്ലേ എന്ന കാര്യത്തിൽ പണ്ഡിതർക്ക് തർക്കമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് സയ്യിദ് അഹ്ലാൻ റഹിമഹുല്ലാഹ് ഈ വിഷയമായിട്ട് ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. എന്താണ് അതിന്റെ പേര്? അസ്ലൽ മത്താലിബ് ഫീ നജാത്തി അബീ ത്വാലിബ് എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. എന്താണ് ആ ഗ്രന്ഥത്തിൽ പറയുന്നത്? അബൂ ത്വാലിബിന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതേ അവസരത്തിൽ അദ്ദേഹം ആ ഉള്ള വിശ്വാസം നാവുകൊണ്ട് ഉറക്കെ ഉച്ചൈസ്തരം അദ്ദേഹം ഉദ്ഘോഷിച്ചിട്ടില്ല. അപ്പോ മനസ്സിൽ വിശ്വസിക്കുകയും വിശ്വസിച്ച കാര്യം നാവുകൊണ്ട് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുക. അപ്പോഴാണ് പരസ്യമായി ഒരാൾ സത്യവിശ്വാസിയാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതിൽപ്പെട്ട ഒരു കാര്യമായ നുത്തുക്കുമ്പിൽ ഇത്റാറുമ്പിൽ ഷഹാദത്തേനി കൊണ്ട് പൊഴിയുക എന്ന കാര്യം അദ്ദേഹം അവഗണിച്ചു, അയാൾ മാറ്റിവെച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ നരകത്തിൽ അദ്ദേഹത്തിന് ശിക്ഷ നരകത്തിൽ ലഭിക്കാനുള്ള കാരണം എന്ന് ചില ഈ പണ്ഡിതന്മാരിൽ ഈ അസ്ലൽ മത്താലിബ് പോലത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെയല്ല, അദ്ദേഹത്തിന് വിശ്വാസം തന്നെ ഇല്ല എന്നുമാണ്. അപ്പൊ രണ്ടഭിപ്രായമുണ്ട്. അതിൽ രണ്ടഭിപ്രായത്തിൽ അദ്ദേഹം മുസ്ലിം ആയാലും ശരി, മുസ്ലിം അല്ലെങ്കിലും ശരി, ഏതായാലും ഞാൻ പറയുന്നത് അബൂ താലിബ് അവിടെ വിശ്വാസിയാണെന്ന് പറയാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി നടക്കുന്ന കാലമാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് വിശ്വസിക്കുകയും അത് ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്തില്ലല്ലോ, അദ്ദേഹം ഉൾക്കൊള്ളുകയും ചെയ്തില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം വിശ്വാസി അല്ല എന്ന് പറയുന്ന ആളുകൾ അയാൾ നരകത്തിൽ പോകാനുള്ള കാരണം ഇതാണെന്നാണ് പറയുന്നത്. രണ്ടായാലും അദ്ദേഹം തെറ്റുകാരനാണ് എന്ന് ചുരുക്കം. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അള്ളാഹുവിൽ ജീവിച്ച ഒരാൾക്കും അള്ളാഹുവിൽ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അവിടെയുള്ള മുശ്രിക്കുകൾക്ക് വിശ്വാസമില്ല എന്നാണ്. അവിടെ കൂടുതൽ തന്നെ തൗഹീദുള്ള ആളുകളുണ്ടായിരുന്നല്ലോ, പലരുണ്ട്. അബ്ദുൽ മുത്തലിബിനെ പോലത്തെ ആളുകൾ മുശ്രിക്കാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അല്ല, അനമില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേ പറഞ്ഞത്. എങ്കിൽ പിന്നെ ഇദ്ദേഹം നരകത്തിന് അവകാശമാണല്ലോ. ആവും. കാരണം എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്ത ഇസ്ലാം എന്താണ്? അള്ളാഹു ഒരുവനാണ് എന്നും ഞാൻ പ്രവാചകനാണ് എന്ന കാര്യം നിങ്ങൾ ഉറച്ച് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയണമെന്നാണ്. ഈ പ്രഖ്യാപനം ആര് നടത്തിയില്ല? അബൂ ത്വാലിബ് നടത്തിയില്ല. അദ്ദേഹം ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ അതേ പാതയിലാണ് എന്ന് പറഞ്ഞു നിന്നു. ഇതുകൊണ്ടാണ് ആൾ കുറ്റക്കാരനായത്. അബ്ദുൽ മുത്തലിബുള്ള കാലത്ത് റസൂലുള്ളാഹി തങ്ങൾ പ്രബോധനം നടത്തുന്നില്ലല്ലോ. അബൂ ത്വാലിബുള്ള കാലത്താണെങ്കിലോ റസൂലുള്ളാഹി പ്രബോധനം നടത്തുന്നുമുണ്ട്. ഇതാണ് തന്നെയാണ് ശരി. ഒരു ചോദ്യം, നമ്മൾ മഹാന്മാരോട് സഹായം തേടണം എന്ന് പറഞ്ഞത്, എങ്കിൽ റസൂലിന് ശേഷം ഏറ്റവും വലിയ മഹാൻ എന്ന് നാം അവകാശപ്പെടുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നാൽ ഇന്നുവരെ നാം ആരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സഹായം ചോദിച്ചതായിട്ട് നമ്മുടെ പള്ളികളിലോ മദ്രസകളിലോ പഠിപ്പിച്ചിട്ടില്ല. തന്നെയല്ല, ചോദ്യം തീർന്നിട്ടില്ല. അദ്ദേഹത്തിന് ശേഷം സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായി, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഉണ്ടായി. ഇവരോട് ആരോടും സഹായം ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അതിനുശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ഈ മുഹീദ്ദീൻ ശേഖരോട് നാം സഹായം ചോദിക്കാം എന്ന് നാം കണ്ടുപിടിച്ചത്? അതിന് മറുപടി അബൂബക്കർ സിദ്ദീഖ് നിൽക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ശേഷം തന്നെ സ്വഹാബികൾ ചെയ്ത ഒരു കർമ്മമാണ് ഈ സഹായം ചോദിക്കൽ. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ
മുജാഹിദുകൾ കൂടി ലോകത്ത് ആദ്യമായി മഹാന്മാക്കളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇബ്നു തൈമിയ്യയാണ്. ആ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ് ഹാഫിദ് ഇബ്നു കസീർ. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണിത്. ഇതിന്റെ പേര് അൽ ബിദായത്ത് വൻ നിഹായ എന്നാണ്. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. സിദ്ദീഖുൽ അക്ബർ ഭരണം നടത്തി. ശേഷം ഉമറുൽ ഫാറൂഖ് ഭരിച്ചു. ഉമറുൽ ഫാറൂഖ് ഭരിച്ചപ്പോൾ രൂക്ഷമായ ജലക്ഷാമം അനുഭവിച്ചു. സംഭവം ഇതിന്റെ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. അങ്ങനെ രൂക്ഷമായ ജലക്ഷാമം ഉണ്ടായപ്പോ ഒരു വ്യക്തി അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖിനി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ. നബിയേ, മഴയില്ല നബിയെ, ഞങ്ങൾക്ക് വല്ലാതെ വിഷമമുണ്ട്, മഴ വേണം നബിയെ എന്ന് ആ മനുഷ്യൻ വഫാത്തായ നബി തങ്ങളോട് സഹായം ചോദിക്കുകയാണ്. സ്വഹാബത്തിന്റെ കാലത്താണ്, ഉമറുൽ ഫാറൂഖിന്റെ കാലത്താണ് നടക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സംഭവം ചുരുക്കി പറയട്ടെ, റസൂലുള്ളാഹിയെ ഇയാൾ സ്വപ്നത്തിലൂടെ വിവരം അറിയിച്ചു, നിങ്ങൾക്ക് മഴ ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വ്യക്തി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചെന്ന് സലാം പറയാൻ റസൂൽ നിർദ്ദേശിച്ചു. ഈ വ്യക്തി ഉമറിനോട് ചെന്ന് അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങനെ സംഭവിച്ചു, ഞാൻ ജാറത്തങ്ങൾ ചെന്ന് നബിയുടെ ഖബറിന്റെ ശരീരത്തിൽ ചെന്നു, മഴ ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭരണത്തിൽ ചില പരിഷ്കരണങ്ങളൊക്കെ വരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. നിങ്ങൾ ഇത് ഉമറുൽ ഫാറൂഖിന്റെ കാലത്ത് നടക്കുന്നതാണ്. ഉമർ എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ ഗണ്ഡകോടാലിയല്ലേ. ആ ഉമറുൽ ഫാറൂഖിന്റെ കാലത്ത് നടക്കുന്ന സംഭവമാണ്. ഇത് പറഞ്ഞിട്ട് ഇബ്നു കസീർ പറയുന്നു, ഹാദാ ഇസ്നാദുൻ സഹീഹുൻ. ഇത് സ്ഥിരപ്പെട്ട പരമ്പരയോടെ യോഗ്യമായ പ്രബലമായ റിപ്പോർട്ടാണ്, ദുർബലമാണെന്ന് പറഞ്ഞു തള്ളാൻ പറ്റില്ല. അപ്പൊ ഇത് മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ കാലത്ത് നടന്നതല്ല. അതിന്റെ എത്രയോ മുമ്പ് റസൂലുള്ള വഫാത്തായതിനു ശേഷം തന്നെ സ്വഹാബത്ത് ചെയ്തിരുന്നു എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ നടന്ന സംഭവമാണ്. അവിടെ നിങ്ങളുടെ നൂറ്റാണ്ടുകൾ എല്ലാ നൂറ്റാണ്ടിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വഫാത്തായ ആളുകളോട് സഹായം ചോദിക്കുക, മഹാത്മാക്കളോട് സഹായം ചോദിക്കുക എന്നത് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, പൂർവികരൊക്കെ ചെയ്തു വന്ന കാര്യവുമാണ്. ഇത് നിങ്ങൾ ചോദിക്കുന്നത് മുഹ്യിദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നത് പോലെ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്നാണോ എങ്കിൽ അതിന് മറുപടിയുണ്ട്. അതുണ്ട്, നമ്മൾ ചോദിക്കുന്നുണ്ട്. എന്താണ്? നമ്മൾ ബദരീങ്ങളെ എന്ന് വിളിക്കുന്നില്ലേ? ബദരീങ്ങൾ എന്ന് പറഞ്ഞതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെട്ടല്ലോ. ബദരീങ്ങൾ പറഞ്ഞാൽ 313 പേരാണ്. ഇനി ഒറ്റക്കൊറ്റക്ക് വിളിക്കേണ്ടാതിട്ടാ ബദരീങ്ങളെ. ബദരീങ്ങളുടെ പേരിൽ നമ്മൾ ബദർ മൗലിദ് ഓതുന്നു, ബദരീങ്ങളോട് സഹായം ചോദിക്കുന്നു. ബദരീങ്ങൾ എന്ന് പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ, ഉമർ, ഉസ്മാൻ, അലി എല്ലാവരും ഉൾപ്പെട്ടതല്ലേ. 313 ആളുകളെയും നമ്മൾ വിളിക്കുന്നു, സഹായം ചോദിക്കുന്നു. അപ്പൊ അവരെയും വിളിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. അതാണ് പറഞ്ഞത്. മഴ പെയ്യുന്നില്ല. അയ്യോ പോയോ? ഞാൻ തന്നെയാണ്, എനിക്കിവിടെ മഴ കൊള്ളൂല. ശ്രോതാക്കളെ നിങ്ങൾക്കാണ് തന്നെയാണ് ഇന്നമാലിക്കുന്നത്. പക്ഷെ അതിനകത്ത് ജക്കാത്ത് കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമസ്കരിക്കുന്നവരും ജക്കാത്ത് കൊടുക്കുന്നു. മരിച്ചവരാരെങ്കിലും ജക്കാത്ത് കൊടുക്കുമോ? ചോദിക്കോ? മൂസാ നബി നമസ്കരിക്കും. കണ്ടു. അവർ ജക്കാത്ത് കൊടുക്കുന്ന ആർക്കെങ്കിലും മരിച്ചവർ ജക്കാത്ത് കൊടുക്കുന്നു. അതിന്റെ അർത്ഥം അതാ ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം സക്കാത്ത് ഇങ്ങനെ കൊടുക്കുമ്പോ സഹായിക്കുക, നിസ്കാരങ്ങളെ നിലനിർത്തുമ്പോ സഹായിക്കുക എന്നല്ല. പിന്നെന്താണ്? വല്ലതീന ആമനു, സത്യവിശ്വാസികൾ. പിന്നെ ഈമാനിൽ കമാല് പ്രാപിച്ചവർ. ഇത്ലാഖിന്റെ നേരത്ത് കമാലിലേക്ക് പോകുമെന്ന് ഉസൂൽ നിയമനുസരിച്ചാണ് ഞാൻ അർത്ഥം വെക്കുന്നത്. ഏതോ ആവട്ടെ, വല്ലതീന ആമനു, വിശ്വാസികൾ സഹായിക്കും. അല്ലതിനെ യുഖീമൂന സ്വലാത്ത വയുത്തൂന സകാത്ത വഹും റാക്കിഊൻ എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവമുള്ളവർ എന്നാണ്. സക്കാത്ത് നൽകിക്കൊണ്ടിരിക്കുമ്പോ, റുക്കൂഅ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ സഹായിക്കും എന്ന അർത്ഥത്തിനല്ല. പിന്നെ നിസ്കാരം കർമ്മപ്രകാരം നിർവഹിക്കുക, വിശ്വാസം ശരിയായ രൂപത്തിലുണ്ടാവുക, സക്കാത്ത് ആദി കർമ്മങ്ങൾ മാത്രം ചെയ്യുക, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവമുള്ള വിശ്വാസികൾ, ഇതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ സഹായിക്കുക എന്നല്ല. അത് പൊതുവെ ഖുർആന്റെ ശൈലി നോക്കിയാൽ നമുക്കറിയാം. സ്വർഗത്തിൽ പോകുന്ന ആളുകളെ പറ്റിയൊക്കെ പറയുന്നത് നിസ്കരിക്കുന്നവർ, നോമ്പടിച്ചിട്ട് സക്കാത്ത് ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോയി നിസ്കരിക്കും, സ്വർഗത്തിൽ പോയി സക്കാത്ത് ചെയ്യുമെന്നല്ല. ഈ സ്വഭാവമുള്ളവരാണ് സ്വർഗത്തിൽ കടക്കുക എന്ന് അതെല്ലാവർക്കും തിരിക്കുക. അർശിന്റെ ഭാഗത്തായിരിക്കുന്നതും അവർ ഭൂമിയിലേക്ക് മടക്കമില്ലെന്നും ഹദീസുകളിൽ കാണുന്നു. അപ്പോൾ ഭൂമിയിൽ നിന്ന് നാം ചോദിക്കുന്നത് നമുക്ക് അവർ വന്ന് സഹായിക്കുമെന്ന് നമ്മൾ എങ്ങനെയാണ് കരുതുക? അവിടെ സഹായിക്കാൻ പറ്റുള്ളൂ എന്നില്ല. അവിടെ വെച്ചുകൊണ്ട് അവർക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞാൽ മതിയല്ലോ. ഒന്ന്. രണ്ടാമത്തത്, അവിടെയുള്ളവർ എവിടെ ആ മരിച്ചുപോയ ആളുകൾ പിന്നെ ഭൂമിയിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. ഭൂമിയിലേക്ക് വരും, വരാം, വന്നിട്ടുണ്ട്. നിരവധി സംഭവങ്ങളുണ്ട്. പിന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചല്ലോ, വലാ തഹ്സബന്ന അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം. അങ്ങനെ പറഞ്ഞല്ലോ ഖുർആൻ.
ശുഹദാക്കളായ ആളുകളെ കുറിച്ച് നിങ്ങൾ മരിച്ചവരാണെന്ന് ധരിക്കരുത്. അവർ ജീവിച്ചിരിക്കുന്നവരാകുന്നു. അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ അരികിൽ സ്ഥാനമുള്ളവരുമാകുന്നു എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകളിൽ കാണാം, അവര് യസ്റഹൂന ഹൈസു മാ ശാഉ, അവർ ഉദ്ദേശിച്ചിടത്തൊക്കെ അവർ പോകും. ഫിൽ അർളി വഫിൽ സമായി വഫിൽ ജന്നതി എന്നൊക്കെ തഫ്സീറുൽ മദ്ഹരിയിൽ ഈ പറഞ്ഞ വ്യാഖ്യാനം കാണാം. മരണപ്പെട്ടതിന് ശേഷം റസൂലുള്ളാഹി മഹാത്മാക്കൾ വന്ന് സഹായിച്ചതുണ്ടോ? വന്ന് സഹായിച്ചിട്ടുണ്ട്. മുജാഹിദുകളുടെ തന്നെ പ്രസിദ്ധീകരണമായ ശബാബ് വാരിക 1999 സെപ്റ്റംബർ 17 ഞാൻ ഓർക്കുന്നു, അല്ലെങ്കിൽ 97 സെപ്റ്റംബർ 17 കയ്യിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 999 സെപ്റ്റംബർ 17, 99 സെപ്റ്റംബർ 17 വൃദ്ധനായ ഖലീഫയുടെ ഹൃദയം കണ്ടെത്തിയ യുവതി. ഇത് മുജാഹിദിന്റെ മുഖപത്രമാണ്. മുജാഹിദ് പിളരുന്നതിന് മുമ്പാണ്. ഈ ഷബാബാണെന്ന് പറഞ്ഞ് മടവൂർ ഗ്രൂപ്പിന്റേതാക്കി തള്ളുന്നതാണ്, പിളരുന്നതിന് മുമ്പുള്ളതാണ്. അപ്പൊ രണ്ടു കൂട്ടർക്കും ബാധകാണ്. ഇതെന്താണ് സംഭവം ഞാൻ ചുരുക്കി പറയാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം എല്ലാവർക്കും അറിയാം, ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ രാഷ്ട്രീയ പ്രക്ഷോഭകാരികൾ പിടിച്ച് ബന്ധനസ്ഥനാക്കി, വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ ഒന്നും കൊടുക്കാതെ വളരെ വിഷമിപ്പിച്ചു. ബഹുമാനപ്പെട്ടവർ നോമ്പനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സംഭവമാണ് ഈ മുഹമ്മദ് കുട്ടശ്ശേരി എന്ന മുജാഹിദ് മൗലവി എഴുതുന്നത്. ഒരു വെള്ളിയാഴ്ച ദിവസം അന്ന് ഉസ്മാൻ നോമ്പായിരുന്നു. നായില സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. നായില എന്ന് പറഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ. നോമ്പ് തുറക്കാൻ അല്പം ശുദ്ധജലം അനുവദിക്കാൻ വിപ്ലവകാരികളോട് അഭ്യർത്ഥിച്ചു. കുറച്ച് ശുദ്ധജലം തരണമെന്ന് അഭ്യർത്ഥിച്ചു. മലിന വസ്തുക്കൾ നിക്ഷേപിക്കുന്ന കുഴിയിലെ വെള്ളം കുടിക്കാനാണ് അവർ പറഞ്ഞത്. വിപ്ലവകാരികൾ പറഞ്ഞു, ആ ചളിയുള്ള വെള്ളം അത് കുടിച്ചോളൂ, ശുദ്ധജലം തരൂല എന്ന് പറഞ്ഞു. വെള്ളം കിട്ടാതെ നോമ്പ് മുറിച്ചില്ല. പുലരാൻ കാലത്ത് അയൽ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനെയോ അല്പം വെള്ളം രഹസ്യമായി സംഘടിപ്പിച്ചു. ഭാര്യ പറയാണ്, ഞാൻ അവിടെ നിന്ന് അല്പം വെള്ളം സംഘടിപ്പിച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്തെത്തി പറഞ്ഞു, ഇതാ ശുദ്ധജലം. ഞാൻ ഖലീഫയോട് പറഞ്ഞു. അപ്പോഴേക്കും പ്രഭാതമായി, അപ്പോഴേക്കും സുബഹിയായി. ഖലീഫ പറഞ്ഞു, എനിക്ക് നോമ്പാണ്. അപ്പൊ ഇന്നലത്തെ നോമ്പ് മുറിച്ചിട്ടില്ല, വെള്ളം കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്ന് ഭക്ഷണം കിട്ടി? ആരും ഭക്ഷണം കൊണ്ടുവരുന്നത് ഞാൻ കണ്ടില്ലല്ലോ. ഖലീഫ മറുപടി പറയാം, പുരക്കു മുകളിൽ നിന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നേരെ എത്തി നോക്കി. ഞാൻ താമസിക്കുന്ന ഈ വീട്ടിന്റെ മുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൂടെ എത്തി നോക്കി. കൂടെ ഒരു പാട്ട വെള്ളവുമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഒരു പാത്രം വെള്ളവുമായി എന്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്മാൻ വേണ്ടത്ര കുടിച്ചോളൂ. റസൂല് പറഞ്ഞു, ഞാൻ ദാഹം തീരുവോളം കുടിച്ചു. ധാരാ പറയുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ് പറയുന്നത്. ഇത് എവിടെയാണ് പ്രസിദ്ധീകരിച്ചത്? മുജാഹിദിന്റെ യുവജന വിഭാഗമായ ശബാബ് വാരിക 1999 സെപ്റ്റംബർ 17 ഇറങ്ങിയ ശബാബ് വാരികയിലാണ് ഇത് പറയുന്നത്. മുജാഹിദുകൾ അല്ലാഹുവിന്റെ റസൂല് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് സന്നിഗ്ധ ഘട്ടത്തിൽ വന്ന് ഒരു പാത്രം വെള്ളവുമായി വന്ന് സഹായിച്ചു എന്ന് നിഷേധിക്കാൻ കഴിയോ? ഞങ്ങൾ ഇത് 2 കൊല്ലം സ്റ്റേജുകളിലൊക്കെ പറഞ്ഞു മുജാഹിദിന്റെ പേര്. അപ്പൊ 2001 മുജാഹിദ് ശബാബില് ഞങ്ങളിത് പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞു. ഈ കഥ ഞങ്ങൾ പിൻവലിക്കുകയാണ്. എന്താണ് ഈ പറയുന്നത്? അവർ പിൻവലിച്ചത് കൊണ്ട് കഥ ഈ സംഭവം ഇല്ലാതെയാവോ? ഈ സംഭവം ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായത്ത് വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 7ാമത്തെ വാല്യത്തിൽ എന്റെ കൈവശമുണ്ടത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ യൂസുഫ് സാലിഹ് ഷാമി തന്റെ സുബുലുൽ ഹുദാ വർ റഷാദിന്റെ 10ാമത്തെ വാല്യം 148ാമത്തെ പേരിൽ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തന്റെ അൽ ഹാവിയിൽ ഫതാവയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പലരും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇമാം ഇബ്നു ഖുദാമ മഹാനവറുകളും ഈ സംഭവം ഉദ്ധരിച്ചത് കാണാൻ കഴിയും. പലരും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നൊരു മുജാഹിദ് പറയാണ്, ഞങ്ങളിതെല്ലാ സ്റ്റേജുകളിലും പറയാൻ തുടങ്ങിയപ്പോ മരണപ്പെട്ടു പോയ വഫാത്തായ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി ശഫീഉനാ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്നിഗ്ധ ഘട്ടത്തിൽ 3ാം ഖലീഫ എത്രയോ വർഷം മുമ്പ് വഫാത്തായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു താമസിക്കുന്ന വീട്ടിന്റെ മുകളിലൂടെ വന്ന് ചുമരിലൂടെ എത്തി നോക്കി ഒരു പാട്ട വെള്ളം കൊടുത്ത് സഹായിച്ചു എന്ന ചരിത്രം ഇസ്ലാമിക ചരിത്ര കൃതികളിലൊക്കെ ഉള്ളതാണ്. മുജാഹിദുകൾ അറിയാതെ എഴുതിപ്പോയി. ഞങ്ങളത് എല്ലാ സ്റ്റേജിലും ഈ ശബാബ് എടുത്ത് കാണിക്കാൻ തുടങ്ങിയപ്പോ മുജാഹിദിന്റെ 2001 ജൂൺ 21 2 കൊല്ലം കഴിഞ്ഞിട്ട് മുജാഹിദ് ഞങ്ങൾ പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞ് പിൻവലിച്ചു. മുജാഹിദ് ശിർക്ക് മുജാഹിദ് പിൻവലിച്ചുകൊണ്ട് ശിർക്കല്ലാതാകുമോ?
എവിടുന്നാണ് ഇവർ വരുന്നത്? ഈ സംഭവം പിൻവലിക്കാൻ കഴിയുമോ ഇസ്ലാമിക ചരിത്രത്തിൽ? ഒരിക്കലുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇസ്ലാമിക ചരിത്ര താളുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്ന സംഗതികളാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന് രണ്ട് കാര്യം അറിയിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് അവരുകൾ രചിച്ച നെറ്റ്വർക്ക് ബിസിനസ് നമുക്കിന്നറിയാം. നെറ്റ്വർക്ക് ബിസിനസ് വ്യാപകമാണ്, പലരും പിടികുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇസ്ലാമിക മാനത്തെക്കുറിച്ച് ചെറിയൊരു കൃതി ഇവിടെ നമ്മുടെ പ്രവർത്തകന്മാർ വിതരണം ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് ബിസിനസ് പ്രചരണവും യാഥാർത്ഥ്യവും എന്ന പേരിൽ ഒരു പുസ്തകം ഇവിടുണ്ട്. നിങ്ങൾ വായിക്കുന്നത് ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ മുജാഹിദുകളുമായി ഈയിടെ നടന്ന പരസ്യമായി ഏറ്റവും ഒടുവിൽ നടന്ന പരസ്യമായ സംവാദമാണ് കൊട്ടപ്പുറം സംവാദം. മുജാഹിദുകൾ ഇനിയൊരു പരസ്യമായ സംവാദത്തിന് ഇല്ല എന്ന് അടിയറവ് പറഞ്ഞ ഐതിഹാസിക സമ്മേളനമാണത് കൊട്ടപ്പുറം സംവാദം. ആ സംവാദത്തിന്റെ ഓഡിയോ കാസറ്റ് നമ്മുടെ പ്രവർത്തകന്മാർ ഇവിടെ വിതരണം ചെയ്യുന്നു എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. ഒരു കോപ്പി നിങ്ങളൊക്കെ വാങ്ങിയാൽ അത് ആ ശ്രദ്ധേയമായ ആ സംവാദവും വാദപ്രതിവാദവും കേൾക്കാൻ നല്ല ഹരമാണ്. കാര്യങ്ങൾ സമയം 11 മണിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അനുവദിച്ച സമയവും പിന്നിട്ടു. നമ്മുടെ ഉത്തരവാദപ്പെട്ടവരുടെ ഔദാര്യം കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ ഈ വേദി വിജ്ഞാന സമ്പന്നമാക്കാൻ ശ്രമിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കണമെന്ന് കരുതിയാണ് വന്നത്. പക്ഷേ ഈ സദസ്സിൽ വന്നപ്പോൾ സ്റ്റേജിൽ നിന്നുള്ള ആവർത്തിച്ചുള്ള ഒരു വാക്ക് കേട്ടപ്പോൾ അത് തന്നെ ആദ്യം ചോദിക്കാം എന്ന് കരുതുന്നു. നിങ്ങളിവിടെ നിങ്ങളുടെ പ്രസംഗത്തിൽ ആവർത്തിച്ച് മുജാഹിദിന്റെ പിളർപ്പ് എന്ന് കൊട്ടിഘോഷിക്കുകയുണ്ടായി. എന്തിനാണ് ഇതിന് ഇത്ര പ്രസക്തി കൊടുക്കുന്നത്? സുന്നികളും മറിച്ചല്ലോ. ഞാൻ പറയുന്നത് ബോധപൂർവ്വം തന്നെയാണ്. കാരണം മുജാഹിദിന് ഒരു ഗ്രൂപ്പിന്റേതായിട്ട് ഒഴിഞ്ഞു മാറുന്ന രണ്ട് ഗ്രൂപ്പിന് ഇത് ബാധ കാണുന്ന അറിയിക്കാനാണ്. സുന്നികളായ ഞങ്ങളെ ഗ്രൂപ്പ് പോലെയല്ല നിങ്ങളെ ഗ്രൂപ്പ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മുജാഹിദുകളെ രണ്ട് ഗ്രൂപ്പായത് എന്തിനാണ് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കെന്നെ ചിലപ്പോൾ അറിയില്ല. ഞാൻ പഠിപ്പിച്ചുതരാം. നിങ്ങൾക്കറിയാമോ മുജാഹിദുകളുടെ ഈ ഗ്രൂപ്പ് ഞാൻ പറയാൻ എനിക്ക് വിഷമമുണ്ട്. എല്ലാവരും പറയല്ല, എന്താ ചെയ്യാം? ചോദിച്ചതുകൊണ്ട് പറയാൻ, പറഞ്ഞില്ലെങ്കിൽ പറയുന്നത് അത് മുങ്ങിയതാണെന്ന് പറയും. മുജാഹിദ് ഗ്രൂപ്പ് ആയത് എന്തിനാണെന്നറിയോ നിങ്ങൾ? ഇങ്ങനത്തെ ഒരു നാറിയ ഗ്രൂപ്പിസം മുജാഹിദില്ലാതെ വേറെ കാണാൻ കഴിയില്ല. എന്റെ കയ്യിലിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ മുജാഹിദ് വോയിസ് എന്ന് അറിയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതൊക്കെ ഇപ്പൊ ഞാൻ വായിച്ച് സമയം കളയുന്നില്ല. അതിലൊക്കെ മുജാഹിദ് വോയിസ് ഞാൻ കാണിച്ചുതരാം. ഞാൻ ഒന്ന് വായിക്കാം. ഇത് ഏതാ പുസ്തകം എന്നറിയോ നിങ്ങൾ? മുജാഹിദുകൾ പിളർന്നത് എന്തിനാ? നമ്മൾ കരുതും ആദർശത്തിന് വേണ്ടിയാണ്. ഓരോ ആദർശമല്ല, അതിന്റെ പിന്നിലുള്ളത് ആദർശമൊന്നല്ല. ഇത് ഏതാ പുസ്തകം എന്നറിയോ നിങ്ങൾ? കേരള നദിവത്തിൽ മുജാഹിദീൻ പുലർത്തിപ്പോകുന്ന ആശയാദർശങ്ങൾ, ആരോപണങ്ങളും മറുപടിയും എന്ന പുസ്തകമാണ്. പ്രസിദ്ധീകരണ സലഫി പബ്ലിക്കേഷൻസ് കോഴിക്കോട് 2/6/2001 ഇറങ്ങിയതാണ്. ഇത് ആരൊക്കെയാണ് ഇറക്കുന്നത്? CP ഉമർ സുല്ലമി, KK മുഹമ്മദ് സുല്ലമി, A അബ്ദുസലാം സുല്ലമി പോലത്തെ ഏറ്റവും വലിയ മുജാഹിദുകളെ ഇറക്കിയത്. ഇത് പിളരാനുള്ള കാരണത്തെക്കുറിച്ച് മുജാഹിദുകൾ തന്നെ പറയുന്നു. സംഹാര താണ്ഡവങ്ങൾ നോക്കുക, നിങ്ങൾ കേൾക്കുക കേട്ടോ. മുജാഹിദുകൾ പറയുകയാണ്, ബഹുമാന്യനായ KPക്ക് ശേഷം നേതാവായി സ്വയം അവരോധിതനായ നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ സംഹാര താണ്ഡവങ്ങളുടെ കഥകൾ പലതും പറയാനുണ്ട്. ആദർശ വ്യതിയാനം ആരോപിക്കപ്പെട്ട പണ്ഡിത നേതാക്കളും മറ്റും ഉൾപ്പെട്ട സംസ്ഥാന കൌൺസിലർമാരെ ഭീഷണിപ്പെടുത്തി തനിക്ക് അനുകൂലമായി വോട്ടു ചെയ്യിക്കാനും എതിരായി വോട്ടു ചെയ്താൽ കൈകാര്യം ചെയ്യാനും വേണ്ടി എറണാകുളത്തു നിന്നും നൂനിഷ എന്ന പണക്കാരന്റെ നേതൃത്വത്തിൽ ഒരു ഗുണ്ടാ സംഘത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൌൺസിലിൽ ജാമിയ സലഫിയയുടെ പവിത്രമായ ക്യാമ്പസിൽ കാവൽ നിർത്തിയിരുന്നു നമ്മുടെ ജനറൽ സെക്രട്ടറി. രാത്രിയും പകലും തങ്ങിയ ഗുണ്ടകൾ തിരിച്ചുപോയപ്പോൾ വിദേശ ബ്രാൻഡുള്ള മദ്യക്കുപ്പികൾ ക്യാമ്പസിൽ നിന്ന് ഒഴിവാക്കാൻ തൗഹീദിന്റെ ധീരപടയാളിയായ ജനറൽ സെക്രട്ടറിയും കോക്കസും ഏറെ പാടുപെട്ടു. മൗലവി ഗ്രൂപ്പിൽ AP അബ്ദുൽ ഖാദർ മൗലവി എന്ന ജനറൽ സെക്രട്ടറിയെ കുറിച്ചാണ് മറ്റ് നേതാക്കളെ പറയും. ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി പറയുന്നത് എന്താ പറയുന്നത്? വിദേശ ബ്രാൻഡുള്ള മദ്യക്കുപ്പികൾ കുടിച്ചിട്ട് മുജാഹിദിന്റെ പ്രവർത്തകർ കുടിച്ച കള്ളും കുപ്പി ഒഴിവാക്കാൻ AP അബ്ദുൽ ഖാദർ മൗലവിയും അനുയായികളും ഏറെ പാടുപെട്ടു. ഞങ്ങളെ പ്രസിദ്ധീകരണാലയം പ്രസിദ്ധീകരിച്ചതല്ല, സലഫി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചതാ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇങ്ങനെ കള്ള് കൊടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പിസം എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറയൂ. കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം നടന്ന എറണാകുളം കൌൺസിലും ഈ ഗുണ്ടകൾ വിളയാടി. ഇതേ ഗുണ്ടാസംഘം തന്നെ വളയംകുളം MVM സ്കൂളിൽ ഈയിടെ പലതവണ സംഹാര താണ്ഡവമാടി.
പ്രദേശത്തെ മുഴുവൻ മുജാഹിദ് പ്രവർത്തകരും നാട്ടുകാരനായ ഈ ജനറൽ സെക്രട്ടറിയെ കൈയൊഴിച്ചപ്പോൾ MVM സ്കൂൾ പിടിച്ചടക്കാൻ ഇദ്ദേഹത്തിന് പ്രൊട്ടക്ഷനായ ഗുണ്ടകളെയല്ലാതെ ലഭിച്ചില്ല. MVM സ്കൂളിന്റെ ചെയർമാനാണത്രേ ഇദ്ദേഹം. സ്കൂളിന്റെ പ്രവർത്തകരെ തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കിയ ഗുണ്ടകൾ സ്ഥലം വിട്ടപ്പോഴും മദ്യക്കുപ്പികൾ കാലിയാകാതെ സ്കൂൾ ക്യാമ്പസിൽ കിടന്നിരുന്നു. നാട്ടുകാരായ മനുഷ്യർ ചോദിക്കുന്നു, ഇതാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന്? ഇതന്നെ ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം? ഖുർആനും സുന്നത്തും ഖുർആനും സുന്നയും നടുക്കണ്ടെന്ന് പറഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നു. മദ്യക്കുപ്പികൾ ഇത് അനുഭവിച്ചവരാണെന്നോ പറയുന്നത്? സുന്നികൾ പറയുന്നതല്ലോ. ആരാ പറയുന്നത്? അബ്ദുസലാം സുല്ലമി, CP ഉമർ സുല്ലമി, AK മുഹമ്മദ് സുല്ലമി, തുടങ്ങിയ പ്രമുഖരായ മുജാഹിദ് പണ്ഡിതന്മാർ 10 ആൾ കൂടി എഴുതിയ പുസ്തകമാണ്. അവരാണ് ഈ പറയുന്നത്. മദ്യക്കുപ്പി കുടിച്ചിട്ട AP അബ്ദുൽ ഖാദർ പോലും ജനറൽ സെക്രട്ടറി ആയത്. നിഷേധിക്കാൻ കഴിയുമത്? കഴിയില്ല. ഇത് മുജാഹിദുകൾ പറഞ്ഞപ്പോ ഞങ്ങളെ മലപ്പുറം ജില്ലയിലെ എടവണ്ണയിൽ വെച്ചിട്ട് പ്രസംഗിച്ചു. അപ്പോ ഇതിന് മറുപടി പറയാണ് പിന്നെ മൗലവി ഗ്രൂപ്പ്, AP ഗ്രൂപ്പ് എന്ന മൗലവി ഗ്രൂപ്പ് ഇതിന് മറുപടി പറഞ്ഞു, ഞങ്ങളെ കുറിച്ച് നിങ്ങൾ വല്ലാതെന്ന് പറയണം, ഞങ്ങൾ വിദേശ ബ്രാഞ്ചുള്ള മദ്യക്കുപ്പിയെ കുടിച്ചത്, നിങ്ങൾ കുടിച്ചത് പാട്ടച്ചാരായല്ലേ? ഇവിടെ മറുപടി അങ്ങോട്ട്. അപ്പൊ മറ്റേ ഗ്രൂപ്പ് ഒട്ടും പുറകിലെന്താ? മലപ്പുറം ജില്ലയിലുണ്ടത്, ഇടവണ്ണയിൽ പോയി ചോദിച്ചു നോക്കൂ. ഇത് ഇത്ര നാരി ഒരു ഗ്രൂപ്പീസാണോ വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പും നിങ്ങളുടെ പ്രസ്താവന മദ്യം ഖുർആനും സുന്നത്തും നോക്കിയിട്ട് മദ്യം വിദേശ ബ്രാഞ്ചുള്ള, കാരണം നിങ്ങൾ ഖുർആന്റെ സുന്നത്തിന്റെ നടുക്കണ്ടങ്ങളല്ലേ, അപ്പൊ നിങ്ങൾക്ക് വിദേശ ബ്രാഞ്ചുള്ള മദ്യമേ പറ്റുള്ളൂ, സാധാരണ ഇവിടെ ലോക്കലൊന്നും പറ്റൂല. ഇതാ നിങ്ങളുടെ പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? ഇനി നിങ്ങൾക്ക് അറിയണോ? നിങ്ങളുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് മുജാഹിദ് ബോയ്സ്, അദ്ദേഹം അതിൽ പറയുന്നത് കാണാം. മുജാഹിദ് ബോയ്സ് അതിൽ AP അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ നേതാവ്, അദ്ദേഹം ചെയ്ത ഒരു പ്രവർത്തനം ഈ മുജാഹിദ് ബോയ്സ് പറയുന്നത് കാണാം. അയാള് പലിശക്ക് വേണ്ടി മുജാഹിദ് ബോയ്സിന്റെ ലാസ്റ്റ് ലക്കം അതിന്റെ കാറിലാണുള്ളത്. രണ്ട് സാധനം എന്താണ്? പലിശ തേടി AP അബ്ദുൽ ഖാദർ ഒരു കോടതിയിൽ എന്നാണ് എന്റെ കയ്യിലുള്ളത്. ഫസ്റ്റ് പേജിൽ പെട്ടിക്കോളത്തിൽ ഇത് ഇറക്കുന്നത് ആരാ? മടവൂർ ഗ്രൂപ്പ് മുജാഹിദ് ഖുർആൻ സുന്നത്തിന് നടുക്കണ്ടകളാണ്. സുന്നികൾ ഇറക്കുന്ന പ്രസിദ്ധീകരണമല്ല, മുജാഹിദ് ബോയ്സാ. AP അബ്ദുൽ ഖാദർ മോനിൽ പലിശ തേടിയിട്ട് പലിശ ആവശ്യപ്പെട്ട് അദ്ദേഹം കോടതിയിൽ പോയ കഥ അതിന് പറയുന്നുണ്ട്. നിങ്ങളെ ഗ്രൂപ്പീസത്തിന്റെ ഖുർആനിക മാനാണ് ഇപ്പൊ കാണുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനും വലിയൊരു നാണക്കേട് നിങ്ങൾക്ക് അറിയണോ? ലോകത്ത് എവിടെയെങ്കിലും ഗ്രൂപ്പിസത്തിന്റെ കച്ചമ്പടി ക്യാമ്പയിൻ നടത്തി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടോ? എന്താ അത് കേട്ടോളി. ഇതാ ഇത് ഏതാണെന്ന് അറിയോ നിങ്ങൾ? കേരള നജുവത്തുൽ മുജാഹിദ് സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് 2 നിന്ന് പ്രസിദ്ധീകരിച്ച സർക്കുലറാണ്. എന്താ അതിന് വിഷയം എന്നറിയോ? വിഷയം കച്ചമ്പടിക്കൽ ക്യാമ്പയിനാണ്. കച്ചമ്പടിക്കൽ ക്യാമ്പയിൻ മുജാഹിദ് ഗ്രൂപ്പീസത്തിന്റെ ഉൽപ്പന്നമാണിത്. ലോകത്ത് ഇസ്ലാമിന്റെ പേരിലാണോ ഇസ്ലാമിലെ സുന്നത്തായ ഒരു കർമ്മത്തെ ഇത്രയും പുച്ഛിക്കുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്തത് നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉള്ളതായി നിങ്ങൾക്ക് ചരിത്രത്തിൽ അറിയോ? എന്താണ് ഇതിന്റെ വിഷയം? KNM ശാഖ മണ്ഡലം ജില്ലാ പ്രധാന പ്രവർത്തകർക്ക് മാന്യരെ അസ്സലാമു അലൈക്കും. മുജാഹിദിന്റെ സലാമാണ്, മറക്കണ്ട. മുജാഹിദ് സ്റ്റേറ്റ് ഓഫീസിൽ നിന്ന് കേരളത്തിൽ മുജാഹിദിന്റെ സർക്കുലറാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾ? മുജാഹിദ് 2 ഗ്രൂപ്പ് ആകുന്നതിന് മുമ്പ് AP അബ്ദുൽ ഖാദർ മൗലവിയോട് ISL ഗ്രൂപ്പിന് മറവൂർ ഗ്രൂപ്പിൽ വലിയ ദേശീയമാണ്. അപ്പോ ഇവരെന്തു ചെയ്താലും അയാൾ എതിർക്കും. അവിടെ ശൈലിയാണ്. അങ്ങനെ ഇരിക്കുകയാണ് അയാൾ ഒരു മരം നടൽ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ISM ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിൻ എന്ന് പോസ്റ്റൽ കുറെ ഉണ്ടായിരുന്നു. ഉള്ള മരത്തുമൊക്കെ പോലെ പിന്നെ ആണിയടിച്ചുള്ളത് നശിപ്പിക്കാന്നല്ലാതെ പുതിയ മരങ്ങളൊന്നും വന്നത് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. ഏതോ ആവട്ടെ ഒരു മരം നടൽ ക്യാമ്പയിൻ എന്നൊരു പരിപാടി സംഘടിപ്പിച്ചു. അപ്പോൾ സംസ്ഥാന സെക്രട്ടറി ഒക്കെ അല്ലേ എന്ന് കരുതി അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി AP അബ്ദുൽ ഖാദർ മൗലവിയെ ക്ഷണിച്ചു. അപ്പൊ AP അബ്ദുൽ ഖാദർ മൗലവി ചോദിച്ചു, എന്താ സംഗതി വെച്ചു? മരനടൽ ക്യാമ്പയിൻ, മരനടൽ സുന്നത്തല്ലേ, അപ്പൊ ഈ സുന്നത്തായ ഈ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തുകയാണ്, അത് എന്റെ ഉദ്ഘാടനത്തിന് നിങ്ങൾ വരണം, അതിന് വേണ്ടി വന്നതാണ്. ഇപ്പം അത് AP അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ അല്ലെങ്കിൽ തന്നെ മടവൂർ ഗ്രൂപ്പ് പറഞ്ഞ ദേശീയ. ഇതുകൂടി കേട്ടപ്പോൾ അദ്ദേഹം ആകെ ക്ഷുഭിതനായിട്ട് പറഞ്ഞു, അങ്ങനെ സുന്നത്താണ് ഇതല്ലാണ്ട് കച്ചം പഠിക്കൽ സുന്നത്തില്ല, അങ്ങനെ കച്ചം പഠിക്കൽ ക്യാമ്പയിനായി നടത്തിക്കൊള്ളിയോ? അത് ഇവര് വല്ലാതെ ചോദിപ്പിച്ചു. അപ്പൊ അവരൊരു ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചു. AP അബ്ദുൽ ഖാദർ മൗലവിക്കെതിരെ KNM പിന്നെ കേരള നജുവത്തുൽ മുജാഹിദിന്റെ പേരിൽ സർക്കുലറായി അവർ അച്ചടിച്ചിറക്കുകയാണ്. ഞാൻ വായിക്കാം. ഇസ്ലാഹി പ്രസ്ഥാനം AP അബ്ദുൽ ഖാദർ മൗലവി മുതൽ 50 വർഷം പിന്നിട്ടിരിക്കുകയാണല്ലോ. സാമൂഹിക പരിവർത്തനത്തിന്റെ മുന്നിൽ നടന്ന ഈ പ്രസ്ഥാനം പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തുകയാണ്.
ആ 50ാം വാർഷികത്തിന്റെ ഭാഗമായി സമാപനമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന കട്ടം വടിക്കൽ ക്യാമ്പയിൻ, അത് തിരിഞ്ഞിലെങ്കിലോ ഇതിന് ബ്രാക്കറ്റിൽ തൊക്കു വടിക്കൽ ക്യാമ്പയിൻ ഏവരെയും അമ്പരപ്പിക്കുന്ന രീതിയിൽ തന്നെ നടത്താൻ സംസ്ഥാന സമിതി ഉദ്ദേശിക്കുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം 10 PM താഴെ എഴുതിയ അജണ്ട പ്രകാരം നടക്കും. ഇൻഷാ അല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഇൻഷാ അല്ലാഹ്, സലാമ് എല്ലാം ഉണ്ട്, അതല്ലേ. ഇതോടനുബന്ധിച്ച് ശാഖ, മണ്ഡലം, ജില്ല അതാത് ഘടകങ്ങളിൽ പരിപാടി ആസൂത്രണം ചെയ്ത് നടത്തേണ്ടതാകുന്നു. നടത്തേണ്ട വിധം അനുയോജ്യമായ ഒരു പൊതുസ്ഥലം തെരഞ്ഞെടുക്കുക. ക്യാമ്പയിൻ നടത്തേണ്ട പോലെ വന്നത് ഇതുപോലത്തെ നല്ലൊരു മൈതാനം തെരഞ്ഞെടുക്കുക. കഴിയുന്നത്ര ആളുകൾ കുപ്പായം അഴിച്ച് പൊതുസ്ഥലത്ത് നിരന്ന് നിൽക്കുക. എങ്ങനെയുണ്ട്? മുജാഹിദ് പ്രവർത്തകർ AP അബ്ദുൽ ഖാദർ പോലെ, CP ഉമ്മർ സുലൈമാൻ, ഹുസൈൻ മുളവിനെ പോലത്തെ ആളുകളൊക്കെ ഇങ്ങനെ കുപ്പായം കഴിച്ച് ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുക. കാണികൾ ധാരാളം ആകർഷിക്കപ്പെടും, ഉറപ്പിനില്ലേ. ഈ വയസ്സായ ആൾക്കാരെ കുപ്പായം കഴിച്ചിട്ട് കക്ഷം പൊതിച്ച് ഇങ്ങനെ നിന്നാൽ കാണികൾ ആകർഷിക്കപ്പെടാതിരിക്കുമോ? കാണികൾ ധാരാളം ആകർഷിക്കപ്പെടും. നമ്മുടെ സന്ദേശവും ഇതുമൂലം അവരിലെത്തിക്കാം. നോക്കണേ, മുജാഹിദിന്റെ സന്ദേശം പോണ പോത്ത് നോക്കണം നിങ്ങൾ, കക്ഷത്തിലൂടെ പോലെ സന്ദേശം പോണത്. നമ്മുടെ സന്ദേശവും ഇതുമൂലം അവരിലെത്തിക്കാം. കഴിയുന്നതും പൊതുസമ്മതനായ ഒരാളെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുക. എമ്മൻ കാരശ്ശേരിയായാൽ ബഹുകേമം, അയാൾ പണ്ട് ജനകീയ ബാർബർ ഷോപ്പ് നടത്തിയ ആളാണ്. അപ്പൊ അയാളാണെങ്കിൽ വിശേഷമായി. തുടർന്ന് മണ്ഡലം പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ കൈ കടയുന്നതിനനുസരിച്ച് മാറി മാറി പ്രവർത്തകരുടെ കക്ഷം പഠിച്ചു കൊടുക്കുക. എങ്ങനെയുണ്ട്? ഇവരിൽ ആരും മൊസാന്മാരല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലേക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനാബ് AP അബ്ദുൽ ഖാദർ മൗലവി തന്നെ വന്ന് പഠിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇവരെ മുൻകൂട്ടി അറിയിച്ചിരിക്കണമെന്ന് മാത്രം. കാരണം ആൾക്ക് ബുക്കിംഗ് ഉണ്ടാവും. ഒരുപാട് സ്ഥലത്ത് കക്ഷം പഠിക്കാൻ പറ്റില്ല. ഫോട്ടോ എടുത്ത് പത്രങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ ശ്രമിക്കുക. ഏത് CP ഉമ്മർ സുലൈമാൻ കക്ഷം പഠിച്ചിരിക്കാൻ രംഗം ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുക. അല്ലാഹു തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ വിജയിപ്പിക്കുമാറാവട്ടെ. നോക്കിങ്ങൾ എന്തൊരു ഇഖ്ലാസിലാണ് ഈ പറയുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം. സ്വാഗതം പ്രൊഫസർ അബ്ദു. അയാൾക്കുള്ള യോഗ്യത എന്താ? ചുളുവിൽ സെക്രട്ടറി. അയാൾ ചുളുവിൽ സെക്രട്ടറി ആരാ? അയാൾ സ്വാഗതം. അധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി, കച്ചമ്പടി ENT സ്പെഷ്യലിസ്റ്റ്. യോഗ്യത. ഉദ്ഘാടനം AP അബ്ദുൽ ഖാദർ മൗലവി, കച്ചമ്പടി ഉപജ്ഞാതാവ്. പഠന കേന്ദ്രം 1 PN അബ്ദുൽ ലത്തീഫ് മൗലവി, അയാൾക്കുള്ള യോഗ്യത സംഗീതം. വിഷയം കച്ചമ്പടി ആഗോളതലത്തിൽ. ഒരു വിഷയമാണ്. 2 M മുഹമ്മദ് മദനി, വിഷയം കച്ചമ്പടിയും പരലോകവും. കച്ചമ്പടിയും പരലോകവും തമ്മിലുള്ള 3 അബ്ദുറഹ്മാൻ സലഫി, വിഷയം അഖസാമു തൗഹീദും കച്ചമ്പടിയും. തൗഹീദും കച്ചമ്പടിയും തമ്മിൽ എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ്. 4 സുബൈർ മംഗള, വിഷയം കച്ചമ്പടിയിലെ വ്യതിയാനങ്ങളും അനന്തരഫലങ്ങളും. 5 KK സക്കരിയ സലാഹി, വിഷയം കച്ചമ്പടി താടിവെട്ടൽ ചങ്ങലേരിയിലെ ഓർമ്മകളിൽ. 7 KB അബ്ദുൽ ലത്തീഫ് മൗലവി, കച്ചമ്പടി പൂർവ്വകാല അറബി കോളേജ് അനുഭവത്തിൽ. അഗ്ലോക്കർ മാഷി, പൊന്നാനി കടപ്പുറം, വിഷയം കച്ചമ്പടിയിലെ പണതിരിമറികൾ. 9 ഹനീഫ കായക്കൊടി, വിഷയം കച്ചമ്പടി കിതാബുകളിലും ഇബാറത്തുകളിലും. അയാളെ വിഷയം. പിന്നെ ഡോക്ടർ MM അക്ബർ, അയാളെ വിഷയം കച്ചമ്പടി ബൈബിളിൽ ഖുർആനിൽ ഗീതയിൽ. ഇങ്ങനെയാണ് വിഷയം. നോക്കികൾ വെറുതെ പറഞ്ഞത്. ഇത്തരമൊരു ഉറപ്പില്ലാത്ത ഒരു ക്യാമ്പയിൻ നടത്തിയത് സുന്നികൾ നടത്തിയത് നിങ്ങൾ എവിടെയും കണ്ടുക്കണം. പിന്നെ കള്ളു കൊടുത്ത് ഗ്രൂപ്പുണ്ടായ കഥ നിങ്ങൾ എവിടെയും കണ്ടുക്കണം. അപ്പൊ നിങ്ങളെ ഖുർആനും സുന്നത്തിന്റെ കഥ കൂടുതൽ പറയണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കണ്ടോ, മുജാഹിദ് വോയിസ് 2004 ജനുവരി 26 ഇറങ്ങിയ മുജാഹിദ് വോയിസ്. കണ്ടോ, പലിശ ആവശ്യപ്പെട്ട് AP കോടതിയിൽ, AP എന്ന AP അബ്ദുൽ ഖാദർ മൗലവിയ, തെറ്റിദ്ധരിക്കണ്ട, കോടതിയിൽ. അതെല്ലാം കൂടി വായിക്കുന്നില്ല. 16,000 ചില രൂപ പലിശ ഉണ്ട്, അത് ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ടു. ഇതാണ് നിങ്ങളെ ഗ്രൂപ്പീസം. അപ്പൊ അതൊന്നും കൂടുതൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ട. സുന്നികളുടെ ഗ്രൂപ്പീസം ഇല്ലാതെ ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളെ ഗ്രൂപ്പീസം എന്താ വിഷയം എന്നറിയുമ്പോൾ, ഞങ്ങളെ ഗ്രൂപ്പിസം കാര്യമായിട്ട് ഉണ്ടായത് തന്നെ എവിടെയെന്നറിയോ? ഈ മുജാഹിദുകളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യത്തിലാണ് ഞങ്ങളുടെ ഗ്രൂപ്പിസം തന്നെ. അതായത് ശക്തമായി മുജാഹിദിനെ പ്രതിരോധിക്കണമോ, അതല്ല മെല്ലെ തടവിന്റെ മുജാഹിദിനെ പ്രതിരോധിച്ചാൽ മതിയോ? ഇവിടെയാണ് ഞങ്ങൾ തമ്മിലുള്ള തർക്കം. മുജാഹിദുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന വിഷയത്തിലാണ് ഞങ്ങളുടെ ഗ്രൂപ്പിസത്തിന്റെ അടിസ്ഥാന തർക്കം തന്നെ. അവരെ തലോടാൻ പറ്റില്ല, അവരോട് സൗഹൃദം പറ്റില്ല, അവരുടെ ആശയങ്ങൾ ഒറ്റയടിക്ക് തന്നെ ഖണ്ഡിക്കണം എന്ന ആശയത്താണ് ഞങ്ങളുള്ളത്. ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിസത്തിന്റെ സത്ത. നിങ്ങൾ അറിയാവുന്നതാണല്ലോ സുന്നി വിശ്വാസം. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ജൂതന്മാർ വന്നിട്ട് ദീനീ പ്രബോധനത്തിന് ആളുകളെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുകയും നബി തങ്ങൾ ഹാഫിളീങ്ങളായ കുറെ സഹാബാക്കളെ വിട്ടുകൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ ജൂതന്മാർ അവരെ മുഴുവൻ കൊന്നുകളയുകയാണ് ചെയ്തത്. നബിക്ക് മറഞ്ഞ കാര്യം അറിയാമെങ്കിൽ
എന്തുകൊണ്ടാണ് നബി അത് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കുകയും ഈ ഹാഫിദീങ്ങളെ കൊല്ലാനായി വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്യേണ്ടതിന് പകരം അവർക്ക് വിട്ടുകൊടുത്തത്? ഉറപ്പന്നില്ല. അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ എല്ലാ പ്രവർത്തനവും നടത്തുന്നത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹാ എന്നാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം. അള്ളാഹുവിന്റെ റസൂൽ ഏതൊരു വിഷയം പറഞ്ഞാലും അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പറയുക. അപ്പൊ ഈ ഹാഫിദീങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ വിട്ടുകൊടുത്തത് അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. അള്ളാഹുവിനറിയുമല്ലോ ഈ ജൂതന്മാര് ഹാഫിദീങ്ങളെ കൊള്ളുമെന്ന്. അപ്പൊ അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് നല്ല ഉത്തമമായ കൂലി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ശുഹദായിന്റെ കൂലി, അള്ളാഹുവിന്റെ മാർഗത്തിന് ദീൻ പഠിപ്പിക്കാൻ പോയി ഷഹീദായ കൂലി ഇവർക്ക് അള്ളാഹു നേരത്തെ കൂട്ടി തീരുമാനിച്ചത് കൊണ്ടാണ് സംഭവം നടന്നത്. അള്ളാഹുവിന്റെ റസൂലോ അള്ളാഹുവോ അറിയാത്തത് കൊണ്ടല്ല എന്ന് ചുരുക്കം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് ഏതൊരു കാര്യങ്ങളും അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ചെയ്യുക. ഹാഫിദീങ്ങളെ പറഞ്ഞു വിടുക എന്നുള്ളതും അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അള്ളാഹുവിനറിയുമല്ലോ, അള്ളാഹു റസൂലുള്ളാഹിക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ തന്നെ അള്ളാഹുവിനറിയുമല്ലോ ഈ ജൂതന്മാര് ഹാഫിദീങ്ങളെ കൊല്ലുമെന്ന്. അവരാർക്കും തർക്കമില്ലല്ലോ. അള്ളാഹു റസൂലുള്ളയോട് ഇവർക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ഹാഫിദീങ്ങളെ വിട്ടുകൊടുക്കണമെന്ന് പടച്ചവന്റെ നിർദ്ദേശം വരുമ്പോൾ തന്നെ അള്ളാഹുവിനറിയാം ഈ ഹാഫിദീങ്ങളെ വധിക്കുമെന്ന്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ അടുക്കൽ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹിക്കും വിഷയം അറിയും. കാരണം എന്തുകൊണ്ടാ? ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ പണ്ഡിതന്മാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വന്തം റസൂലുള്ളാഹി വൈബ് മറഞ്ഞ കാര്യം അറിയില്ല എന്ന് കുറിക്കുന്ന ആയത്തുകളൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഹദീസുകളെയും സംഭവങ്ങളെയും ഒക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു സ്വന്തം അറിയില്ല എന്നാണ്. ഇനി അറിയാമെങ്കിൽ തന്നെ അറിയുന്ന കാര്യങ്ങൾ പറയുവാനും കൽപ്പന വേണം. റസൂലുള്ളാഹിക്ക് വൈബ് അറിയാമെങ്കിൽ തന്നെ അത് അറിയുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുവാനും കൽപ്പന ഉണ്ടെങ്കിൽ മാത്രമേ റസൂൽ പറയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ നബവി തന്റെ ഫത്താവൻ നബവിയുടെ 122-ാമത്തെ പേജിലും ഇബ്നു ഹജർ തന്റെ ഫത്താവൽ ഹദീസിയ അതുപോലെ തന്നെ അൽ മിനഹുൽ മക്കിയ എന്ന ഗ്രന്ഥങ്ങളിലും അല്ലാഹു തന്നെ പറയുന്നു ഫലാ യുൽഹിറു അലാ വൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ. അള്ളാഹുവിന്റെ വൈബിന്റെ പേര് അള്ളാഹു ആരെയും വെടിവാക്കൂല, അള്ളാഹുവിന്റെ വൈബ് അറിയിച്ചു കൊടുക്കൂല. ആർക്കല്ലാതെ ഇല്ല മനിർത്തല, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് അള്ളാഹുവിന്റെ വൈബ് അറിയിച്ചു കൊടുക്കും, വെളിവാക്കി കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്. ഇടക്കൊരു വിഷയം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിന് വൈബ് അറിയിച്ചു കൊടുത്താൽ തന്നെ അത് ജനങ്ങളോട് പറയണമെന്നില്ല. പറയണമെന്ന് കൽപ്പനയുള്ള വിഷയങ്ങൾ മാത്രമേ റസൂല് പറയുള്ളൂ. ഏതെങ്കിലും ഒരു മറഞ്ഞ കാര്യം അള്ളാഹുവിന്റെ റസൂല് ജനങ്ങളോട് പറയാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് വൈബ് അറിയില്ല എന്ന് വരില്ല എന്ന് ചുരുക്കം. പിന്നെ എന്തിനാണ് മുസ്ലിങ്ങളെ നാലാക്കി തിരിച്ച് 4 മദ്ഹബ് എന്ന പേരിൽ 4 വിധത്തിലുള്ള ആരാധനകൾ വരുന്നത്? ഒരു ഇമാമ് പറയും ഭാര്യയെ തൊട്ടാൽ ഒതു മുറിയുമെന്ന്, മറ്റൊരു ഇമാമ് പറയും ഭാര്യയെ തൊട്ടാൽ ഒതു മുറിയില്ലെന്ന്. ഇങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അങ്ങനെ അല്ലാഹു ഒന്നാണ്, റസൂല് ഒന്നാണ്, പിന്നെ എന്തിനാണ് 4 മദ്ഹബുകൾ? ദീൻ ഒന്നല്ലേ? ഈ ദീൻ ഒന്നാണെങ്കിൽ പിന്നെ ഷാഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഹനഫി മദ്ഹബ് എന്നീ 4 മദ്ഹബുകൾ ഇതിന് ഈ ഒന്നാണ് എന്ന ആശയത്തിന് വിരുദ്ധമല്ലേ എന്നാണ് ചോദിച്ചത്. അതിന്റെ മറുപടി ദീൻ ഒന്നാണ്, ഈ ദീനിൽപ്പെട്ടതാണ് 4. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിൽ പെട്ടത് തന്നെയാണ് 4 മദ്ഹബിന്റെ തീരുമാനങ്ങളും. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ വ്യത്യസ്ത മദ്ഹബുകൾ ഉണ്ടായിരുന്നെന്ന് ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ തന്നെ പറയുന്നുണ്ട്. ഒരുപാട് വിഷയത്തിൽ സഹാബാക്കൾക്ക് വ്യത്യസ്ത മദ്ഹബുകൾ ഉണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ബനു ഖുറൈലയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനെ പറഞ്ഞയച്ചു.
എന്നിട്ടും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അവിടെ എത്തിയതിനു ശേഷമേ നിങ്ങൾ അസർ നിസ്കരിക്കാവൂ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വാക്ക് സഹാബത്ത് പാലിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ്. ഇടയുണ്ട് അസർ നിസ്കാരം ഖളാ പോവുകയാണ്. അങ്ങനെ ചില സഹാബത്ത് അല്ല, അസർ നിസ്കാരം ഖളാ ആകാൻ പോകുന്നല്ലോ, നമുക്ക് നിസ്കരിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ